ആ ഒരു വിവിധ യുഗങ്ങൾ ഏതൊക്കെ യുഗങ്ങളാണ് ഉള്ളത്, ആ യുഗങ്ങളുടെ എല്ലാം എത്രത്തോളം ഡ്യൂറേഷൻ, അതിന്റെ എല്ലാം കാലയളവ് എത്രയാണ് എന്നുള്ളത്, ദൈർഘ്യം അല്ലെങ്കിൽ കാലയളവ് എത്രയാണ് എന്നുള്ളത് ചോദിക്കുകയാണ്. പിന്നീട് ആ ഒരു യുഗത്തിലും ഭഗവാൻ അവതരിച്ചത് ഏതെല്ലാം അവതാരങ്ങളാണ് ഭഗവാൻ കൈക്കൊണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ 17-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അടുത്തത് 18-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ നൃണാം സാധാരണ ധർമ്മ സർവത്ര സർവദാ എപ്പോഴും അനുഷ്ഠിക്കാൻ കഴിയുന്ന, ഏത് സമയത്തും എല്ലാ കാലത്തും അനുഷ്ഠിക്കാൻ കഴിയുന്ന സാധാരണ ധർമ്മം എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യൻ അല്ലെങ്കിൽ നൃണാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ സാധാരണ ധർമ്മം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മാനവകുലത്തിന്റെ മാത്രമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ജീവജാലത്തിന്റെ മൊത്തത്തിലല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും പ്രഭുപാദ് ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തില് എല്ലാവരുടെയും നരമാംസ ബുക്കുകളുടെയും അതുപോലെ ആദിമനിവാസികൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഇവിടെ മനുഷ്യവംശത്തിന്റെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പോലും മനുഷ്യവംശത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ മാനവ സമുദായത്തിന് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എല്ലായ്പ്പോഴും അവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മം, അനിവാര്യമായിട്ടുള്ള കർത്തവ്യം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന് ഭക്തിയുദ്ധ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഭാവാർത്ഥത്തിൽ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ ആരായാലും എന്തായാലും ശരി അതൊന്നും പരിഗണിക്കാതെ മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പൊതുവായ മതം അഥവാ സാമാന്യധർമ്മം ഭക്തിയുദ്ധ സേവനമാകുന്നു എന്നാണ് ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ ഏതൊരു വിഭാഗങ്ങളുടെയും എന്ന് പറയുമ്പോൾ അവിടെ വർണ്ണ ആശ്രമ ധർമ്മമാണ് പറയുന്നത്. നമ്മൾ പല വർണ്ണത്തിലായിരിക്കാം ജനിക്കുന്നത്. അപ്പോ പല വർണ്ണത്തിലുള്ളവർക്ക് പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാവരും കോമൺ ആയിട്ട് പൊതുവായിട്ട് ചെയ്യേണ്ട ഒരു സാധാരണമായിട്ടുള്ള ധർമ്മം, അതും സർവത്ര സർവദാ എല്ലായ്പ്പോഴും എല്ലായിടത്തും ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭക്തിയുദ്ധ സേവനമാണ്. ആ ഭക്തിയുദ്ധ സേവനം അല്ലെങ്കിൽ ഭക്തി ആചരിക്കുക എന്നതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിടത്തും നിയമമില്ല. അതാണ് ഇവിടെ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ആ ഒരു സേവനം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ ഹനുമാൻജിയുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അദ്ദേഹം വാനരനായിരുന്നു, എങ്കിൽ പോലും അദ്ദേഹം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന് ഭക്തനെയും ഭക്തൻ ഭഗവാനെയും അവർ എത്രത്തോളം ബന്ധപ്പെട്ടിരുന്നു, എത്രത്തോളം ബന്ധിക്കപ്പെട്ടിരുന്നു അല്ലെ, സ്നേഹത്താൽ അവർ എത്രത്തോളം, ആ ഭക്തിയാൽ എത്രത്തോളം ബന്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വാനരന് പോലും ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നീട് അവിടെ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ, ഒരു യോഗ്യതാ നിർണയത്തിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ വർണ്ണ ആശ്രമ ധർമ്മ എന്നതുകൊണ്ട് ഒരുവൻ ജനിക്കുന്നത് കൊണ്ട് മാത്രം, അപ്പൊ ഏതൊരു വംശത്തിൽ ജനിച്ചാലും, മനുഷ്യനായിട്ട് ജനിച്ചാൽ അല്ലെങ്കിൽ മൃഗമായിട്ട് ജനിച്ചാൽ പോലും വ്യത്യാസമില്ല. ഇവിടെ വേറൊന്ന് പറയുന്നത് സ്കന്ദപുരാണത്തിലെ ഒരു എക്സാമ്പിൾ ആണ്. സ്കന്ദപുരാണത്തില് നാരദമുനി മൃഗാരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മൃഗാരി ഒരു കാട്ടാളനായിരുന്നു. പിന്നെ നമുക്ക് രാമായണത്തില് വാൽമീകിയുടെയും ഉണ്ട് അല്ലെ. ഇവിടെ മൃഗാരിയുടെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൃഗാരിയെ എന്ത് ചെയ്യുന്നു? ആധ്യാത്മികമായിട്ട് ഉന്നതിയിലെത്തിക്കുന്നുണ്ട് നാരദമുനിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട്. മൃഗാരി അങ്ങനെ ഉന്നതമായ ഒരു പൊസിഷനിലെത്തുന്നുണ്ട്, ഭക്തിയില് ഉന്നതിയിലെത്തുന്നുണ്ട്. അത് സ്കന്ദപുരാണത്തിലും അതുപോലെ നമ്മുടെ ചൈതന്യ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇനി ഇവിടെ അപ്പൊ എന്തുകൊണ്ടാണ് ജന്മനാ ജായതേ ശൂദ്ര എന്നാണ് പറയുന്നത്? നമ്മൾ ജനിക്കുന്ന ആ ഒരു കുലം വെച്ച് മാത്രമല്ല നമ്മുടെ വർണ്ണവും ആശ്രമവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ അല്ലാതെ നമ്മുടെ കർമ്മം കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമുക്ക് എങ്ങനെയെല്ലാം ഈ ഒരു ഉന്നതിയിലേക്ക് എത്താം എന്നുള്ളത് ഇവിടെ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് മൃഗാരിയുടെ എക്സാമ്പിള്, അതുപോലെ ഹനുമാന്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇല്ലാച്ചാല് നമ്മൾ എങ്ങനെയായി പോവും? നമ്മൾ ചാർവാകന്മാരെന്ന് പറഞ്ഞാല് നമ്മള് ഭൗതികമായിട്ട് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുമോ അത്രത്തോളം ആസ്വദിച്ച് കഴിയുക. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ഒരു ഭക്തിയുദ്ധ സേവനം ചെയ്യാനോ, നമ്മൾ പുനർജന്മം ഇനി വീണ്ടും നമ്മൾ ജനിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ
ആളുകളെങ്കിലും ചാർവാക ഫിലോസഫിയിൽ ജീവിക്കുന്നവരുണ്ടാവാം. അപ്പൊ നമ്മൾ ആരും എന്തല്ല, ചാർവാകന്മാരായി മാറാൻ പാടില്ല. നമ്മളെല്ലാവരും ഈ ഒരു രീതിയിൽ ജീവിച്ചു പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഒരു ബ്രാഹ്മണന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല്, വർണ്ണം ആശ്രമം പറയുമ്പോൾ ഒരു ബ്രാഹ്മണന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രാഹ്മണൻ ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറയുന്നത് ശീലോഞ്ചനം എന്നാണ് പറയുന്നത്. ശീലോഞ്ചനം എന്ന് പറഞ്ഞാല് അദ്ദേഹം കഠിനമായിട്ടുള്ള ഒരു ജോലിയൊക്കെ എടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്യേണ്ടത് പഠനം, പാഠനം. അദ്ദേഹം വേദങ്ങൾ പഠിക്കുക, വേദങ്ങൾ പഠിപ്പിക്കുക. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കഠിന അധ്വാനത്തിനും നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സമയം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അദ്ദേഹം ചെയ്യേണ്ടത് ഒരു ഫീൽഡ്, ഒരു വയലില് അവിടെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ നെല്ലുകളൊക്കെ ആ വയലിൽ വീണ് കിടക്കുന്നുണ്ടാവും, കൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ടാവും. അതിനെ പെറുക്കിയെടുത്ത് ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം അന്നത്തെ അന്നം കഴിക്കുക. അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ഒരു കടയാണുള്ളതെങ്കിൽ ആ കടയിൽ ധാന്യം കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന, അവിടെ നിന്ന് വീണ് പോകുന്ന ധാന്യമുണ്ട്. ആ ധാന്യങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഭിക്ഷാടനം, മധുകരി ചെയ്യുക. ഒരു ദിവസം 5 വീടുകൾ മിനിമം. അതും ഒരു വീട്ടിൽ ഒരു പശുവിനെ കറന്നെടുക്കുന്ന സമയമേ അവിടെ തങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ആ ഒരു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതാണ് ശീലോഞ്ചനം. അപ്പൊ അത് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം? ഭക്തി ആചരിക്കണം. ഇവിടെ ആപത് ധർമ്മ പറയുന്നുണ്ട്. ആപത് ധർമ്മ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ക്ലേശകരമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു വ്യക്തിക്കും, ഒരു മൃഗത്തിന് പോലും ഏത് തരത്തിലും ഭക്തി ആചരിക്കാൻ കഴിയുമെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് വർണ്ണത്തിലാണ്, ഏത് ആശ്രമത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഏതെല്ലാം സാഹചര്യത്തിൽ ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങള് ആപത്കരമാണ്, ക്ലേശകരമാണ്, എനിക്ക് ഭക്തി ആചരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, സ്മരണം, ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ നമുക്കിപ്പോ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പ്രഭുപാദ് പറയുന്നത് ഏകാംഗ അല്ലെങ്കിൽ അനേകാംഗ. ചിലർക്ക് പല തരത്തില്, അനേകാംഗ പല തരത്തില് നമുക്ക് ഭക്തി ആചരിക്കാൻ കഴിയും. ചിലർക്ക് ഏകാംഗമായിരിക്കും, ഇപ്പൊ മനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയും, അല്ലെ? അതാണ് സ്മരണവും അതുപോലെ തന്നെ സ്മരണവും അതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിൽ തന്നെ ഭഗവാനെ നാമജപം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊരു ക്ലേശകരമായിട്ടുള്ള സാഹചര്യത്തിലും ഒരു ഭക്തന് ചെയ്യാൻ പറ്റും. ഭക്തനെന്നല്ല, ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഭക്തിയെ തള്ളിപ്പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അതാണ് ഇവിടെ ആപദ്ധർമ്മ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏതൊരു വ്യക്തി ആയാലും അങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോഴും നമുക്ക് പലയിടത്തും പറയുന്നുണ്ട്. ഇപ്പോ ഭഗവത്ഗീതയിലെ 2:40 പറയുന്നുണ്ട്, നേഹാവിക്രമൻ ആശോസ്തി. അപ്പോ ഒരു സ്വല്പമാണ് നമ്മൾ ആ ഒരു ധർമ്മം ആചരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് എന്താണ്, മഹത്താം ഭയം എല്ലാം തന്നെ അത് ദൂരീകരിക്കപ്പെടും എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ശുചീനാം ശ്രീമതാം ഗേഹേ 6-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയില് 41, 42 ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ ജന്മത്തിന്റെ നമ്മൾ ചെയ്ത ഭക്തിയുദ്ധ സേവനം കുറവായിരുന്നത് കൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമ്മൾ വളരെ ഉന്നതിയിലാണ് ആദ്യമേ തന്നെ ജനിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ കുഞ്ഞുനാൾ മുതൽ നമുക്ക് ഭക്തിയിൽ വളരെ ഉന്നതിയിലേക്ക് കൂടി നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു എങ്കിൽ അത് എങ്ങനെയാണ്? നമുക്ക് ശുചീന ശ്രീമതാം ഗേഹി, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എങ്ങനെയാണ് യോഗികളായിട്ടോ അല്ലെങ്കിൽ ഭക്തിയുദ്ധ സേവനത്തിൽ ഉന്നതരായി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രീമതാം ഗേഹി, ഉയർന്ന കുലത്തിൽ വന്ന് ജനിക്കുന്നതാണ്. അപ്പൊ ഉയർന്ന കുലത്തിൽ ജനിക്കുന്നവർ എങ്ങനെയാണ്? അവർ കഴിഞ്ഞ ജന്മത്തിലെ ഭക്തി ആചരിച്ച് വന്ന് അതിന്റെ ഫലം അവര് അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവരോട് ഒരു അസൂയ വന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോ താഴ്ന്ന കുലം അല്ലെങ്കിൽ ഉയർന്ന കുലം എന്നുള്ള വ്യത്യാസം ഒക്കെയും വരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തി സേവനം കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഉയർന്ന ഭക്തി ആചരിച്ചുകൊണ്ട് അടുത്ത ജന്മം ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉയർന്ന ശുചീന ശ്രീമതാം ഗേഹെ, ഉയർന്ന കുലത്തിൽ നമുക്ക് ജനിച്ച് ഭഗവാൻ വീണ്ടും വീണ്ടും അധികമായിട്ട് നമുക്ക് ആധ്യാത്മികമായിട്ട് ഉന്നതി നേടാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്രീല പ്രഭുപാദിനോട് ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ ഒരു ഡിസൈപ്പിൾ
പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീല പ്രഭാതർ പറഞ്ഞു റഷ്യയിൽ പോയിട്ട് പ്രീച്ച് ചെയ്യാൻ പറഞ്ഞു. പലരെയും പലപ്പോഴും ഒറ്റയ്ക്കൊക്കെയാണ് ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് പ്രീച്ച് ചെയ്യാനൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കഠിനമായിരുന്ന സാഹചര്യത്തില് അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ റഷ്യയിൽ ഒത്തിരിയും ഗവൺമെന്റ് അനുകൂലമല്ലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അവിടെ പോയാലും ഞാൻ മീറ്റ് കഴിക്കേണ്ടി വരും. മീറ്റ് ഈറ്റിംഗ് പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, മാംസഭോജനം പാടില്ല, അപ്പൊ മാംസം ഭക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പോയാൽ ശരിയാവില്ല. അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള എക്സ്ക്യൂസസ് നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ ഭക്തി ആചരിക്കുന്നതിനും നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ കർത്തവ്യം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറും. അതുപോലെ ഇവിടെ പറഞ്ഞ സമയത്ത് അത് ആപത്കരമാണ്, ആപദ്ധർമ്മമാണ് എന്നുള്ളത് പറയുന്ന സമയത്ത് ശ്രീല പ്രഭുപാദ് പറഞ്ഞു അത്ര നീ അവിടെ പോയിട്ട് മാംസം ഭക്ഷിച്ചുകൊണ്ട് തന്നെ പ്രീച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യം ക്ലേശകരമാണെങ്കിൽ, പക്ഷെ അവിടെ വെജിറ്റബിൾ കുറച്ചെങ്കിലും പൊട്ടറ്റോ ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ കിട്ടും എന്നുള്ളത് അറിയാം. പക്ഷെ അതിന് ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് പറയാണ് നീ അവിടെ പോയിട്ട് മാംസം ഭക്ഷിച്ചുകൊണ്ട് തന്നെ പ്രീച്ച് ചെയ്തോളൂ, എന്തായാലും നിന്റെ ധർമ്മം നീ അനുഷ്ഠിച്ചേ പറ്റുള്ളൂ, നിന്റെ കർത്തവ്യം നീ പാലിക്കുക തന്നെ വേണം എന്നുള്ളത് അവിടെ ശ്രീല പ്രഭുപാദര് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പോയാലേ മാംസം ഭക്ഷിക്കാതെ ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് ഇപ്പോൾ റഷ്യൻ ഡിവോട്ടീസ് തെളിയിച്ചു, കാലങ്ങളായിട്ട് അവർ തെളിയിച്ചു അല്ലെ. അപ്പൊ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആപദ്ധർമ്മ എന്നൊന്ന് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലേശകരമായിട്ടൊന്നും ഇല്ല. ഇപ്പോഴും നമുക്ക് റൈറ്റ് നോ നമുക്ക് അറിയാം ബംഗ്ലാദേശിലെ സിറ്റുവേഷൻ അല്ലെ. ബംഗ്ലാദേശിലെ ഡിവോട്ടീസിന്റെ കാര്യം. അപ്പൊ അവിടെ അതിന്റെ ലീഡറെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ ഒത്തിരി പ്രക്ഷോഭങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ ഇസ്കോൺ ബാൻ ചെയ്യാൻ പോകുന്നു. ഓൾറെഡി ഇന്നലെയൊക്കെ ബാൻഡ് ആയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാൻ ചെയ്യാനായിട്ട് അവിടെ ഹൈക്കോർട്ട് അവിടുത്തെ കോർട്ടിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഇസ്കോണിനെ ബാൻ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചിലപ്പോ ഒത്തിരി അധികമായിട്ട് ഭക്തന്മാർ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ആ ഒരു ആപദ്ധർമ്മത്തിൽ നിന്നെല്ലാം തന്നെ എപ്പോഴും ഭഗവാൻ അവരെല്ലാം രക്ഷിക്കും. അവരുടെ ഭക്തിയുത സേവനം മെച്ചപ്പെടുത്തുമ്പോൾ അതെല്ലാം തന്നെ അവർക്ക് ഈസി ആകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് ശ്ലോകങ്ങളുടെയും അർത്ഥം പറയുന്നത് 11ാമത്തെ അർത്ഥമല്ല, സോറി, അതിന്റെ ആൻസർ പറയുന്നത്, ഉത്തരം പറയുന്നത് 11ാമത്തെ ക്യാൻഡോയിലാണ്. 11ാമത്തെ ക്യാൻഡോയില് വർണ്ണാശ്രമ പറയുമ്പോഴത്തേക്ക് എന്താണ്, നിമി രാജാവ്. നിമി രാജാവും നവയോഗേന്ദ്രാസും തമ്മിലുള്ള ഒരു സംഭാഷണം പറയുന്നുണ്ട് 11ാമത്തെ ക്യാൻഡോയില്. അതില് ആൻസർ കൊടുക്കുന്നുണ്ട്. നിമി രാജാവിന് നവയോഗേന്ദ്രാസ് ആൻസർ കൊടുക്കുന്നുണ്ട്. നവയോഗേന്ദ്രന്മാരെന്ന് പറഞ്ഞാല് നമ്മൾ ഋഷഭ രാജാവിനെ കുറിച്ച് പഠിക്കും. ഋഷഭ മുനി അല്ലെ, ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഋഷഭദേവൻ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു. അദ്ദേഹത്തിന്റെ 100 മക്കളില് മൂത്തവനായ ഭരതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10 പേര് ക്ഷത്രിയന്മാരും 81 പേര് ബ്രാഹ്മണന്മാരും 9 പേര് സന്യാസം സ്വീകരിക്കുകയും ചെയ്ത അവരത്. അപ്പൊ അതിൽ 9 പേരാണ് നവയോഗേന്ദ്രാസ് എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് 7ാമത്തെ ക്യാൻഡോയില് നാരദമുനി അവസാനത്തെ 5 അധ്യായങ്ങളിലായിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഇനി ശ്ലോകം ചൊല്ലാം. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. യുഗാനി യുഗമാനം ച ധർമ്മോ യസ്യ യുഗേ യുഗേ അവതാരാനുചരിതം യഥാശ്ചര്യതമം ഹരേ. ശ്ലോകം 18. നൃണാം സാധാരണോ ധർമ്മ സവിശേഷശ്ച യാദൃശഃ ശ്രേണീനാം രാജർഷീണാം ച ധർമ്മകൃത്യേഷു ജീവതാം. ധനം എന്നിവയ്ക്ക് ശക്തനാകുന്നു. ഇപ്രകാരം ഒരു വ്യക്തി ജീവിതത്തിലെ വ്യാമോഹങ്ങൾ വളർത്തുകയും ഞാൻ എന്റേത് എന്ന രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം 5:5-8. ആധുനിക യുഗം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്വതന്ത്രമായി ഇടപഴകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ പരമ്പരാഗത സംസ്കാരം ഇരു കൂട്ടരുടെയും സഹവാസത്തെ സശ്രദ്ധം നിയന്ത്രിച്ചിരിക്കുന്നു. ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ അടിസ്ഥാനപരമായ സദാചാര മൂല്യങ്ങൾ നിലനിർത്തുവാൻ കഴിയില്ല. കൃഷ്ണ ഭക്തന്മാർ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഭക്തന്മാർക്കിടയിലും സ്ത്രീ പുരുഷന്മാരെ കഴിയുന്നിടത്തോളം പ്രത്യേകമാക്കി നിർത്തുന്നത് ഉത്തമം.
വേദശാസ്ത്ര പ്രകാരം സ്ത്രീ പുരുഷ ബന്ധം ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും ഇടയിൽ മാത്രമല്ല, വിവാഹിതരായ ദമ്പതികൾക്കിടയിലും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹ ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടുന്നു. എന്നാൽ ഈ ബന്ധം കൃഷ്ണാവബോധത്തിൽ മുന്നേറുന്നതിന് പരസ്പരം സഹായിക്കുവാനായി മാത്രമായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനാവശ്യമായ ബന്ധപ്പെടൽ ഇരുവരുടെയും ആത്മീയ അധപ്പതനത്തിന് കാരണമാകുന്നു. ഈ വിഷയങ്ങളെ കുറിച്ച് ബ്രഹ്മചര്യം കൃഷ്ണാവബോധത്തിൽ എന്ന പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഭക്തന്മാരായ സന്താനങ്ങളെ ജനിപ്പിക്കുന്നതിനായി മാത്രം ബന്ധപ്പെടുക വഴി കൃഷ്ണബോധത്തിലേക്കുള്ള ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തെ പവിത്രമാക്കുന്നു. ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തങ്ങളുടെ മനസ്സ് പരിശുദ്ധമാക്കുവാനായി രണ്ടുപേരും കുറഞ്ഞത് 50 മാലകൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ശ്രീല പ്രഭുപാദർ തന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചിരിക്കുന്നു. സംയോഗ സമയത്ത് മാതാപിതാക്കളുടെ അവബോധത്തിനനുസരിച്ച് അനുയോജ്യമായ ഒരു ആത്മാവ് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് മാതാപിതാക്കൾ കൃഷ്ണാവബോധത്തോടെ സന്താനങ്ങളെ ജനിപ്പിച്ചാൽ തങ്ങളുടെ കുട്ടികൾ കൃഷ്ണഭക്തി ഉള്ളവരായിരിക്കും. ദുരിതങ്ങൾ നിറഞ്ഞ ഈ യുഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സമാധാനപരമായി കുടുംബജീവിതം നയിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ സ്ഥാനത്തിൽ കൃഷ്ണാവബോധത്തെ സ്ഥാപിച്ചാൽ കുടുംബജീവിതം പരിശുദ്ധമാകും, സന്തുഷ്ടവുമാക്കാൻ കഴിയും. കൃഷ്ണാവബോധത്തിലുള്ള വിവാഹ ജീവിതം ഈ പുസ്തകത്തിന്റെ വ്യാപ്തിയിൽ പ്രതിപാദിക്കാൻ കഴിയുന്നതിലധികം വിശാലമായ ഒരു വിഷയമാണ്. കുടുംബജീവിതത്തെ ആത്മീയവത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾക്കായി ഇസ്കോണിലെ പക്വതയാർന്ന മുതിർന്ന ഗൃഹസ്ഥ ഭക്തന്മാരെ സമീപിക്കുക. ഹരേ കൃഷ്ണ മാതാജി. അടുത്തതും കൂടെ വായിച്ചു മാതാജി, അത് ചെറുതാ. ഇസ്കോണിൽ അംഗത്വം. നമുക്കിടയിൽ ധാരാളം സംഘടനകളുണ്ട്. ഒരേ താല്പര്യങ്ങളുള്ള സംഘടനയിലെ അംഗങ്ങൾ ലക്ഷ്യപ്രാപ്തിക്കായി ഒരുമിച്ച് പ്രയത്നിക്കുന്നു. ഉദാഹരണമായി വ്യാപാരികൾ വാണിജ്യ സംഘടനകളിലെയും തൊഴിലാളി സമിതികളിലെയും അംഗങ്ങളാകുന്നു. അതേപോലെ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ താല്പര്യമുള്ള ജനങ്ങൾക്കായുള്ളതാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. ഇസ്കോണിലെ പല വിധത്തിലുള്ള അംഗത്വങ്ങളുണ്ട്. മുഴുവൻ സമയ അംഗങ്ങൾ സമിതിയുടെ ആശ്രമങ്ങളിൽ ചേർന്ന് ഭക്തി സേവനത്തിനായി തങ്ങളെ സമർപ്പിക്കുന്നു. അവർ ദിവസം മുഴുവനും കൃഷ്ണന് വേണ്ടി കഠിനാധ്വാനം ചെയ്താലും പ്രതിഫലമായി ഒരു പൈസ പോലും ആവശ്യപ്പെടുന്നില്ല. തീർച്ചയായും അവരുടെ ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും സമിതി തന്നെയാണ് വഹിക്കുന്നത്. ഇപ്രകാരം സമർപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് അംഗങ്ങളെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ മുന്നോട്ട് വന്ന് കൃഷ്ണാവബോധത്തിൽ പരിശീലനം നേടി പുറത്തുപോയി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരണം നടത്തേണ്ടതാണ്. ഇസ്കോൺ ആശ്രമങ്ങളിൽ പൂജ, ഭജന, കീർത്തനം, മന്ത്രജപം, തത്വശാസ്ത്ര പഠനം, പാചകം, സ്വാശ്രയത്വം, ആത്മീയ നേതൃത്വം എന്നിവ വഹിക്കുന്നതിലാണ് അടിസ്ഥാന പരിശീലനം നൽകുന്നത്. ഇവയ്ക്ക് പുറമെ കൃഷ്ണാവബോധത്തിൽ സേവന മനോഭാവം സൃഷ്ടിക്കുന്നതിലും കൃഷ്ണനിൽ ശരണഗതി പ്രാപിക്കുന്നതിലുമാണ് അത്യധികം പ്രാധാന്യമേകി പരിശീലനം നൽകുന്നത്. സ്വജീവിതം കൃഷ്ണാവബോധത്തിനായി സമർപ്പിക്കുവാൻ താല്പര്യമുള്ളവർ ഇസ്കോൺ കേന്ദ്രവുമായി ബന്ധപ്പെടുക. കൃഷ്ണാവബോധത്തിൽ വളരെ ഗൗരവമേറിയവരും എന്നാൽ കുടുംബ ചുമതലകളിൽ അംഗങ്ങളായി ഇസ്കോണിൽ ചേരാൻ കഴിയാത്തവരുമായ നിരവധി ഭക്തന്മാരുണ്ട്. അവർക്ക് ഗൃഹങ്ങളിൽ കൃഷ്ണാവബോധം പരിശീലിക്കാം. ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക വഴി അവർക്ക് ഗൃഹത്തിൽ വസിച്ചുകൊണ്ട് തന്നെ കൃഷ്ണാവബോധത്തിൽ പരിപൂർണ നേടാനാവും. വേണ്ടത്ര സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് ഈ നിശ്ചിത തുക സംഭാവന നൽകി ഇസ്കോണിൽ ആയുഷ്കാലം അംഗങ്ങളാകാം. മുകളിൽ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവർ കുറഞ്ഞ പക്ഷം പതിവായുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമെങ്കിലും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. മതി മാതാജി. താങ്ക് യു മാതാജി. ഭക്തിയുത സേവനം കൃഷ്ണനെ പോലും ആകർഷിക്കുമെന്ന് ശ്രീല രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നു, അതേസമയം ഭക്തിയുത സേവനം കൃഷ്ണനെ ആകർഷിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയുത സേവനത്തിന്റെ പ്രതീകമാണ് രാധാറാണി. കൃഷ്ണനെ മദനമോഹനൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കാമദേവന്മാരുടെ ആകർഷണ ശക്തിയെ പരാജയപ്പെടുത്താൻ പോകുന്ന ആകർഷണത്വം അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. എന്നാൽ രാധാറാണിക്ക് അതിലും കൂടുതൽ ആകർഷണത്വം ഉണ്ട്. കാരണം കൃഷ്ണനെ പോലും ആകർഷിക്കുവാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ഭക്തന്മാർ രാധാറാണിയെ മദന
മോഹിനി എന്ന് വിളിക്കുന്നത്. കാമദേവന്മാരെ ആകർഷിക്കുന്നവനെ പോലും ആകർഷിക്കുന്നവർ എന്നർത്ഥം. ഭക്തിയുത സേവനം നടത്തുക എന്നാൽ രാധാറാണിയുടെ കാലടികളെ പിന്തുടരുക എന്നാണ്. വൃന്ദാവനത്തിലെ ഭക്തജനങ്ങൾ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണത നേടാനായി സ്വയം രാധാറാണിക്ക് സമർപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭക്തിയുത സേവനം എന്നത് ഭൗതിക ലോകത്തിലെ പ്രവർത്തനമല്ല, അത് രാധാറാണിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. മഹാത്മാക്കളൊക്കെ ദൈവീ പ്രകൃതിയുടെ അന്തശക്തിയുടെ സംരക്ഷണത്തിലാണെന്ന് ഭഗവത്ഗീത പറയുന്നു. അതായത് രാധാറാണിയുടെ സംരക്ഷണത്തിൽ എന്നർത്ഥം. അങ്ങനെ കൃഷ്ണന്റെ അന്തശക്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് ഭക്തിയുത സേവനം കൃഷ്ണനെ പോലും ആകർഷിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനും ഇത് ശരിവയ്ക്കുന്നു. പ്രിയപ്പെട്ട ഉദ്ധവ, എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാർ നടത്തുന്ന ഭക്തിയുത സേവനത്തിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ആകർഷണം യോഗ സാധനകളിൽ നിന്നോ ദാർശനികമായ ഊഹാപോഹങ്ങളിൽ നിന്നോ വേദാന്ത പഠനങ്ങളിൽ നിന്നോ കഠിനമായ തപോ അനുഷ്ഠാനങ്ങളിൽ നിന്നോ ദാനധർമാദികളിൽ നിന്നോ ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞവയൊക്കെ വളരെ നല്ലത് തന്നെ. പക്ഷെ ദിവ്യമായ സ്നേഹത്തോടെ ഭക്തന്മാർ എനിക്ക് ചെയ്യുന്ന സേവനം പോലെ അവയൊന്നും എന്നെ ആകർഷിക്കുന്നില്ല. ഭക്തിയുത സേവനത്തിലൂടെ കൃഷ്ണൻ ഇങ്ങനെയാണ് സ്വഭക്തന്മാരാൽ ആകർഷിക്കപ്പെടുന്നതെന്ന് ശ്രീ ഭാഗവതം വിശദീകരിക്കുന്നുണ്ട്. പ്രഹ്ലാദന്റെ പ്രശസ്തികളെ യുധിഷ്ഠിരൻ പ്രകീർത്തിക്കുമ്പോൾ നാരദൻ അദ്ദേഹത്തോട് പറയുന്ന ഭാഗമാണിത്. ഭക്തൻ എപ്പോഴും മറ്റു ഭക്തന്മാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കും. യുധിഷ്ഠിരൻ പ്രഹ്ലാദന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തുന്നു. യഥാർത്ഥ ഭക്തന്റെ ഒരു ലക്ഷണമാണിത്. താൻ കേമനാണെന്ന് യഥാർത്ഥ ഭക്തൻ ഒരിക്കലും കരുതുകയില്ല. മറ്റു ഭക്തന്മാർ തന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അവർ കരുതുന്നു. യുധിഷ്ഠിരന്റെ വിചാരം ഇങ്ങനെയായിരുന്നു: പ്രഹ്ലാദ മഹാരാജാവാണ് യഥാർത്ഥ ഭക്തൻ, അദ്ദേഹത്തിന് മുൻപിൽ ഞാൻ ഒന്നുമല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാരദൻ അദ്ദേഹത്തോട് പറയുന്നു: രാജൻ, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. പരമപുരുഷനായ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്നു. എല്ലാ പരിസ്ഥിതിയിലും അദ്ദേഹം നിങ്ങളോടൊപ്പമുണ്ട്. അന്യരിൽ നിന്ന് സ്വയം മറിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം സദാ നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. അദ്ദേഹം ഭഗവാനാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സഹോദരൻ, സുഹൃത്ത് എന്ന നിലകളിൽ മാത്രമല്ല, ദൂതനായി പോലും ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഭാഗ്യവാന്മാരായി ഈ ലോകത്താരും ഇല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. ഭഗവത്ഗീതയിൽ വിശ്വരൂപം ദർശിച്ച അർജുനൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങേ ഞാൻ ഒരു സഹോദരനായിട്ടേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും അങ്ങോട് നിന്നെ കാണിച്ചിട്ടുണ്ട്. കൃഷ്ണ, സുഹൃത്തെ എന്നൊക്കെ ഞാൻ അങ്ങയെ വിളിച്ച് അങ്ങയോട് അനാദരം കാട്ടി. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും ശ്രേഷ്ഠനാണ് അങ്ങ്. അപ്പോൾ അതായിരുന്നു പാണ്ഡവരുടെ സ്ഥിതി. സാക്ഷാൽ ഭഗവാനായിട്ട് ശ്രേഷ്ഠന്മാരിൽ സർവശ്രേഷ്ഠനായിരുന്നിട്ടും ശ്രീകൃഷ്ണൻ ആ രാജകീയ സഹോദരന്മാരുടെ കൂടെ ജീവിച്ചു. അതിന് കാരണം അവരുടെ ഭക്തിയിൽ അദ്ദേഹം ആകൃഷ്ടനായത് തന്നെ. അവരുടെ സ്നേഹത്തിലും സൗഹൃദത്തിലും അദ്ദേഹം പിടിച്ചു നിർത്തപ്പെട്ടു. ഭക്തിയുത സേവനം എന്ന പ്രക്രിയ എത്ര ശ്രേഷ്ഠമാണെന്നുള്ളതിന്റെ തെളിവാണത്. ഭഗവാനെ പോലും ആകർഷിക്കാൻ ശക്തമാണത്. ദൈവം മഹാനാണ്. ഭക്തിയുത സേവനം അതിലും മഹത്തരമാണ്. കാരണം അത് ഭഗവാനെ ആകർഷിക്കുന്നു. അതിന്റെ മൂല്യം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തവർക്ക് അറിയാനാകില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഇനി 2-ാം അധ്യായം കണ്ടിന്യൂ ചെയ്തോട്ടെ, ഞാൻ പറയാം. അയച്ചു മാതാജി. ഹരേ കൃഷ്ണ. ഭക്തിയുടെ പ്രാഥമിക തലങ്ങൾ. അനുഷ്ഠാനത്തിൽ, പരമാനന്ദ ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമത്തിൽ എന്നിങ്ങനെ ഭക്തിയുത സേവനത്തെ ശ്രീല രൂപ ഗോസ്വാമി തന്റെ ഭക്തി രസാമൃത സിന്ധുവിൽ 3 തരം തിരിച്ചിരിക്കുന്നു. ഓരോന്നിനും ഉപവിഭാഗങ്ങളുണ്ട്. അനുഷ്ഠാനത്തിലെ ഭക്തിയുത സേവനത്തിന് 2 ഉപവിഭാഗങ്ങൾ. പരമാനന്ദത്തിൽ 4, ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമത്തിൽ അതിന് 6 ഉപവിഭാഗങ്ങളുണ്ട്. ശ്രീല രൂപ ഗോസ്വാമി ഇവയുടെയൊക്കെ ലക്ഷണങ്ങളും സവിശേഷതകളും പിന്നീട് വിശദീകരിക്കും. കൃഷ്ണാവബോധത്തിന് അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന് അർഹതയുള്ളവരെ അദ്ദേഹം തരംതിരിക്കുന്നത് ഓരോരുത്തരുടെയും അഭിരുചിയെ അടിസ്ഥാനമാക്കിയാണ്. ഒരാളുടെ പൂർവജന്മത്തിന്റെ ഒരു തുടർ പ്രക്രിയയാണ് ഭക്തിയുത സേവനം എന്ന് അദ്ദേഹം പറയുന്നു. അതുമായി
മുൻബന്ധങ്ങളില്ലാത്ത ഒരാൾക്കും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാനാവില്ല. ഈ ജന്മത്തിൽ ഞാൻ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നു എന്ന് വെക്കുക. അത് 100% കുറ്റമറ്റതായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ അനുഷ്ഠിച്ചതൊന്നും നഷ്ടമാവുകയില്ല. അടുത്ത ജന്മത്തിൽ ഇവിടെ നിർത്തിവെച്ച അതേ ബിന്ദുവിൽ അനുഷ്ഠാനം വീണ്ടും തുടങ്ങും. ഇങ്ങനെ എപ്പോഴും അതിനൊരു തുടർച്ച ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയൊരു തുടർച്ച ഇല്ലെങ്കിൽ പോലും ഒരു ഭക്തന്റെ നിർദ്ദേശമനുസരിച്ച് ആരെങ്കിലും ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അയാൾ തികച്ചും സ്വീകാര്യനാണ്. അയാൾക്കൊരു മാർഗത്തിൽ ഏറെ പുരോഗമിക്കാനാവുകയും ചെയ്യും. എന്തൊക്കെയായാലും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളോട് സ്വാഭാവികമായി തന്നെ ആഭിമുഖ്യമുള്ള ആളുകൾക്ക് വെറും ഊഹാപോഹാധിഷ്ഠിതമോ വാദപ്രതിവാദ ഘോഷങ്ങൾ നിറഞ്ഞ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളായി മാത്രം പരിചയമുള്ളവരെ അപേക്ഷിച്ച് ഭക്തിയുത സേവനം വളരെയേറെ എളുപ്പമായിരിക്കും. ഈ വസ്തുത പിൻബലമായി കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാരുടെ ആധികാരികമായ വാക്കുകൾ ധാരാളമുണ്ട്. സ്വന്തം വാദമുഖങ്ങളും തീരുമാനങ്ങളും അടിസ്ഥാനമാക്കി രൂപം കൊണ്ടിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങൾ മിക്കവരെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു തർക്കിക്കാൻ ഈ നിഗമനങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച് സ്ഥാപിക്കുന്നു. ഈ മട്ടിൽ ന്യായവാദങ്ങളുടെ പാത ഒരിക്കലും ഭദ്രമോ സർവം സ്പർശിയോ ആയിരിക്കില്ല. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം പറയുന്നത് ഓരോന്നിനും ആധികാരികമായിട്ടുള്ളവരുടെ കാലടികളെ പിന്തുടരാനാണ്. ഭക്തി രസാമൃത സിന്ധുവിൽ ശ്രീ രൂപ ഗോസ്വാമി ഭക്തിയുത സേവനത്തിന് നൽകുന്ന സാമാന്യ നിർവചനം ഇവിടെ പരിശോധിക്കാം. ഭക്തിയുത സേവനത്തിന് 3 വിഭാഗങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അനുഷ്ഠാനത്തിലുള്ള ഭക്തി സേവനം, പരമാനന്ദത്തിലേക്കുള്ള ഭക്തി സേവനം, ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമത്തിലുള്ള ഭക്തി സേവനം എന്നിവയാണ് ഈ 3 വിഭാഗങ്ങൾ. അനുഷ്ഠാനത്തിലുള്ള ഭക്തിയുത സേവനത്തിനെ കുറിച്ച് ശ്രീല രൂപ ഗോസ്വാമി ആദ്യം വിവരിക്കുന്നു. ഏതെങ്കിലും സവിശേഷമായ പ്രവർത്തനത്തിൽ ഇന്ദ്രിയങ്ങളെ ഏർപ്പെടുത്തുകയാണ് അനുഷ്ഠാനം അല്ലെങ്കിൽ ചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സംവേദനേന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഭക്തിയുത സേവനത്തിലെ അടിസ്ഥാനം. ഇന്ദ്രിയങ്ങളിൽ ചിലത് ജ്ഞാനം നേടാൻ ഉദ്ദേശിച്ചുള്ളതാണ്. മറ്റു ചിലത് നമ്മുടെ നിഗമനങ്ങളെയും ചിന്തയെയും സംവാദങ്ങളെയും പ്രാവർത്തികമാക്കാനുള്ളത്. അപ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും ഭക്തിയുത സേവനത്തിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് അനുഷ്ഠാന രീതിയിലുള്ള സേവനത്തിന്റെ സവിശേഷത. കൃത്യമായി എന്തെങ്കിലും നിർമ്മിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല അനുഷ്ഠാനം. ഉദാഹരണത്തിന് ശിശു നടക്കാൻ പഠിക്കുന്നു. ആ നടത്തം കൃത്രിമമല്ല. നടക്കുവാനുള്ള കഴിവ് ആദ്യം തന്നെ ശിശുവിലുണ്ട്. അല്പം പരിശീലനം കൊണ്ട് ശിശു നന്നായി നടക്കാൻ പഠിക്കുന്നു. അതുപോലെ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം എന്നത് എല്ലാ ജീവാത്മാക്കളുടെയും സ്വാഭാവികമായ ജന്മവാസനയാണ്. പ്രാകൃത വർഗത്തിന് പോലും ഈ വാസനയുണ്ട്. അത്ഭുതകരമായ പ്രതിഭാസങ്ങളുടെയും ദൃശ്യങ്ങളുടെയും എല്ലാം പിന്നിൽ പരമമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഇത്തരം ഭൗതിക പ്രതിഭാസങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ ഈ അവബോധം അത് ഭൗതിക മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുള്ളവരിൽ സുപ്തമായെങ്കിലും എല്ലാ ജീവാത്മാക്കളിലുമുണ്ട്. മാലിന്യങ്ങൾ അകന്ന് ശുദ്ധമായി തീരുമ്പോൾ അതിനെ നാം കൃഷ്ണ അവബോധം എന്ന് വിളിക്കുന്നു. നമ്മൾ സുസുപ്തമായി കിടക്കുന്ന കൃഷ്ണ പ്രേമത്തെ തട്ടി ഉണർത്താൻ മറ്റു രീതിയിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തനോന്മുഖമാക്കുവാൻ ചില നിർദ്ദിഷ്ട സമ്പ്രദായങ്ങളുണ്ട്. അല്പമായ പരിശീലനം കൊണ്ട് ശിശു നടക്കാൻ പഠിക്കുന്നത് പോലെ നിസ്സാരമായ ചില ചിട്ടകൾ മാത്രം നടക്കുവാനുള്ള കഴിവ് അടിസ്ഥാനപരമായി തന്നെ ഇല്ലാത്ത ഒരാൾക്ക് പരിശീലനം കൊണ്ട് നടക്കാൻ സാധ്യമാവുകയില്ല. അതുപോലെ വെറും അനുഷ്ഠാനം കൊണ്ട് മാത്രം കൃഷ്ണാവബോധം ഉണ്ടാവുകയില്ല. വാസ്തവത്തിൽ പരിശീലനം ഉണ്ടെന്ന് പോലും പറയാനാവില്ല. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭക്തിയുത സേവന ശേഷി വികസിപ്പിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിന് ചില ക്രമങ്ങളും ചിട്ടകളും ഒക്കെ ആവശ്യമായി വരുന്നു എന്നേ ഉള്ളൂ. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭക്തി ഉണരാൻ സഹായകമാകുന്നു. ഈ അനുഷ്ഠാനമാണ് സാധന ഭക്തി. ഭൗതിക ശക്തിയുടെ വശ്യതയിൽ പെട്ടുപോകുന്ന എല്ലാ ജീവാത്മാക്കൾക്കും ചിത്തഭ്രമം എന്ന ലക്ഷണം ഉണ്ടാകുന്നു.
പൊതുവെ പറഞ്ഞാൽ ബദ്ധാത്മാക്കൾ ഭ്രാന്തരാണ്. കാരണം കഷ്ടപ്പാടുകൾക്കും ബന്ധനത്തിനും കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കുകയാണ് അവർ എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ആത്മാവ് അതിന്റെ മൂലരൂപത്തിൽ സച്ചിന്മയവും പരമാനന്ദപൂർണവും നിത്യവും ജ്ഞാനസ്വരൂപവുമാണ്. ഭൗതിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ആത്മാവ് അനിത്യവും അജ്ഞാനപൂർവവും ദുരിതം നിറഞ്ഞതുമായി തീരുന്നു. വികർമ്മം മൂലമാണിത്. വികർമ്മം എന്നാൽ അരുതാത്ത പ്രവൃത്തി. അതുകൊണ്ട് നാം സാധനാ ഭക്തി അനുഷ്ഠിക്കണം. പ്രഭാതത്തിൽ മംഗള ആരതി നടത്തുക, ചില പ്രത്യേക ഭൗതിക കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, ആത്മീയ ഗുരുവിന് പ്രണാമം അർപ്പിക്കുക തുടങ്ങിയ ഒന്നൊന്നായി ഇനി വിവരിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. ഈ അനുഷ്ഠാനങ്ങൾ വിഭ്രാന്തി നശിപ്പിക്കാൻ സഹായിക്കും. മനോരോഗ വിദഗ്ധന്റെ നിർദ്ദേശങ്ങൾ മനോരോഗം സുഖപ്പെടുത്തുന്നത് പോലെ ഈ സാധനാ ഭക്തി മായയുടെ പിടിയിൽപ്പെട്ടുഴലുന്ന ബദ്ധാത്മാവിനെ ചിത്തഭ്രമത്തിൽ നിന്ന് മുക്തനാക്കുന്നു. സാധനാഭക്തിയെ കുറിച്ച് നാരദമുനി ശ്രീമദ് ഭാഗവതത്തിൽ യുധിഷ്ഠിരനോട് പറയുന്നു, രാജൻ, ഏതു മാർഗത്തിലൂടെയാണെങ്കിലും കൃഷ്ണനിൽ മനസ്സുറപ്പിക്കേണ്ടത് എല്ലാവർക്കും ആവശ്യമാണ്. അതിനാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മനസ്സ് കൃഷ്ണനിൽ കേന്ദ്രീകരിക്കുന്നതിനുള്ള മാർഗവും രീതികളും ശിഷ്യന് പറഞ്ഞു കൊടുക്കുക എന്നത് ആചാര്യന്റെ ആത്മീയ ഗുരുവിന്റെ കടമയാണ്. സാധനാഭക്തിയുടെ തുടക്കവും അത് തന്നെ. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഹരേ കൃഷ്ണ മന്ത്രജപത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് അനുഷ്ഠിക്കേണ്ട പദ്ധതിയെ കുറിച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ഈ മന്ത്രജപത്തിന്റെ ശക്തി അപാരമാണ്. നിമിഷം കൊണ്ട് തന്നെ നമ്മെ കൃഷ്ണനുമായി ബന്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. സാധനാഭക്തിയുടെ ആരംഭം ഇതാണ്. ഏതു വിധത്തിലെങ്കിലും കൃഷ്ണനിൽ മനസ്സുറപ്പിക്കാം. മഹാരാജാവ് എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്വവും ബദ്ധപ്പാടുകളും ഉണ്ടായിരുന്നിട്ടും അംബരീഷിന്റെ മനസ്സ് എപ്പോഴും കൃഷ്ണനിലായിരുന്നു. അതുപോലെ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്ന ഏതൊരാൾക്കും അയാളിൽ സുഷുപ്തമായി കിടക്കുന്ന കൃഷ്ണാവബോധത്തെ ജാഗ്രതാക്കാൻ വളരെ വേഗത്തിൽ സാധിക്കും. സാധനാഭക്തിയെ അഥവാ ഭക്തിയുത സേവന പരിശീലനത്തെ രണ്ടായി വിഭജിക്കാം. ക്രമവത്കൃതമായി നിയമതത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ആദ്യത്തേത്. ആത്മീയ ആചാര്യന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ആധികാരികമായ വൈദിക ഗ്രന്ഥങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട് വേണം ഈ യമനിയമങ്ങൾ അനുസരിക്കാൻ. അവഗണിക്കാൻ പാടില്ല തന്നെ. വിധിപ്രകാരം ചെയ്യേണ്ടുന്ന വൈവിധി രീതിയാണിത്. തർക്കം കൂടാതെ അംഗീകരിക്കേണ്ടതാണിത്. സാധനാഭക്തിയുടെ മറുവശത്തെ രാഗാനുരാഗ ഭക്തി എന്നാണ് പറയുന്നത്. വൈവിധി രീതിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണനോട് കൂടുതൽ അടുപ്പമുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായ പ്രേമം ഭഗവാനോട് ഉണ്ടാകുകയും അങ്ങനെ പ്രേമത്തോടു കൂടിയ സേവനം നടത്താൻ ഒരാൾ ഉത്സുകനാകുകയും ചെയ്യുന്നു. ഈ സവിശേഷ നിലയ്ക്കാണ് രാഗാനുരാഗ എന്ന പേർ പറയുന്നത്. ഉദാഹരണത്തിന് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ പ്രഭാതത്തിന് മുൻപ് തന്നെ ഉണർന്ന് ആരതി നടത്തേണ്ടതാണ്. മൂർത്തിയ ആരാധനയുടെ ഒരു ഘടകമാണ്. ആദ്യം ആത്മീയ ആചാര്യന്റെ ആജ്ഞ അനുസരിച്ചായിരിക്കും ഒരാൾ ഇത് ചെയ്യുന്നത്. എന്നാൽ ക്രമേണ അതിനോട് അയാൾക്കൊരു ആത്മബന്ധമുണ്ടാകും. ഈ ആത്മബന്ധം ഭഗവാന്റെ മൂർത്തി രൂപത്തെ പരമാവധി മനോഹരമാക്കി തീർക്കാൻ അയാൾക്ക് പ്രേരകമാകുന്നു. ഭക്തൻ പലതരം വേഷവിധാനങ്ങൾ ഭഗവാന് വേണ്ടി നിർമ്മിക്കുന്നതിനും ഭക്തി സേവനം ചെയ്യുന്നതിനുള്ള വിവിധ ഭക്തികൾ ആസൂത്രണം ചെയ്യുവാനും തുടങ്ങും. ഇതും അനുഷ്ഠാനത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെ പ്രേമപൂർണമായ ഈ സേവനം നൈസർഗികമാണ്. അങ്ങനെ വരുമ്പോൾ സാധനാ ഭക്തിയുടെ രണ്ട് വിഭാഗങ്ങൾ നൈഷ്ഠിക ഭക്തിയും നൈസർഗിക ഭക്തിയും ആണെന്ന് പറയാം. ഹരേ കൃഷ്ണ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമേ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ നിർവിശേഷി പശ്ചാത്തലൻ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത വിശ്വാസി ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. പിന്നെ നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 അതീന്ദ്രിയ ജ്ഞാനം. അതില് ശ്ലോകം 9 എടുക്കുന്നത്. എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്.
ശ്ലോകം 9. ജന്മ കർമ്മ ച മേ ദിവ്യം ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. जन्म कर्म च मे दिव्यम एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. जन्म कर्म च मे दिव्यम एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തില് എത്തുന്നു. ഭാവാർത്ഥം ശീലപ്രഭുപാദ് കീച്ചായി. ഭഗവാൻ ശാശ്വതമായ തന്റെ ധാമത്തിൽ നിന്ന് ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത് എങ്ങനെയെന്ന് 6-ാം ശ്ലോകം വിവരിച്ചു കഴിഞ്ഞു. പരംപുരുഷന്റെ പ്രത്യക്ഷീഭാവത്തെക്കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതിക ബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടനെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ജീവാത്മാവിന് ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള ഈ മോചനം എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അവ്യക്തഗതവാദികളും യോഗികളും അത്യന്തം ക്ലേശങ്ങൾ സഹിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മോക്ഷം നേടുന്നത്. അവരുടെ ആ മോക്ഷം ആകട്ടെ ഭാഗികവുമത്രേ. അവർ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഭക്തൻ ഭഗവാന്റെ ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു. ഭൗതിക ലോകത്തിൽ ഒരു പുനർജന്മം എടുക്കുക എന്ന സാഹസത്തിന് ഇടവരികയുമില്ല. ഭഗവാന് എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളും അവതാരങ്ങളും ഉണ്ടെന്ന് ബ്രഹ്മസംഹിത പറയും. അദ്വൈതമച്യുതം അനാദിമനന്ത രൂപം. അവിടേക്ക് അനേകം അഭൗമ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഒന്നു തന്നെ. ആ പരമപുരുഷൻ തന്നെ എന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും. ഭൗതിക പാണ്ഡിത്യം നേടിയവർക്കും സാമാന്യ തത്വചിന്തകർക്കും ഗ്രഹിക്കാവുന്നതല്ല ഈ സത്യം. വേദങ്ങളിൽ പറയുന്നു, ഏകോ ദേവ നിത്യലീലാനുരക്തോ ഭക്ത്യവ്യാപി ഹൃദയന്തരാത്മ. ഒരേ ഭഗവാൻ അസംഖ്യം ദിവ്യ ആകൃതികൾ സ്വീകരിച്ച് അനേകം ശുദ്ധഭക്തന്മാരായി ബന്ധപ്പെടുന്നതിൽ സദാ വ്യാപൃതനായിരിക്കും. ഈ വൈദിക മരത്തെ പിന്താങ്ങുകയാണ് ഭഗവത്ഗീത ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ചെയ്യുന്നത്. വേദങ്ങളുടെയും ഭഗവാനെയും പ്രമാണമാക്കി ഈ സത്യത്തെ അംഗീകരിക്കുകയും തത്വാന്വേഷണ പരങ്ങളായ ഊഹാപോഹങ്ങളാൽ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തിയുടെ പരിപൂർണതയിലെത്താം. മോക്ഷപ്രാപ്തിക്ക് ഈ സത്യത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ഉപായം. സംശയമല്ല. തത്വമസി, സത്യത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ഉപായം എന്ന വേദവാക്യം ഇങ്ങനെ പ്രായോഗികമാകും. ശ്രീകൃഷ്ണനെ പരമപുരുഷൻ എന്ന് അറിയുകയോ അവിടുന്നാണ് പരബ്രഹ്മ രൂപിയായ ഭഗവാൻ എന്ന് അവിടുത്തെ വാഴ്ത്തുകയോ ചെയ്യുന്നവൻ തൽക്ഷണം വിമുക്തനാണ്. അതോടൊപ്പം അയാൾക്ക് ഭഗവാനുമായുള്ള ദിവ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൃഢവിശ്വാസമുള്ള ഒരു ഭക്തന് പരിപൂർണത നേടാമെന്ന് വെളിവാക്കുന്നു താഴെ കാണുന്ന വേദവാക്യം. അമേവ വിദിദ്വാദി മൃത്യുമേരി നാണ്യ പന്ഥാ വിദ്യതേയനായ. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനന മരണങ്ങളിൽ നിന്ന് തികച്ചും മുക്തനാകും. ഈ പൂർണ്ണത നേടാൻ മറ്റൊരു വഴിയുണ്ട്. ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്ന് അറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ്. ഇല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയും ഇല്ല. അതേ കാരണത്താൽ തേൻകുപ്പയുടെ പുറം നക്കുന്നത് പോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് മോചനം ലഭ്യമല്ല. ഇത്തരക്കാർക്ക് ഈ ലോകത്തിൽ അധാന്യം ഏറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. എങ്കിലും അവർ മുക്തിക്കർഹരാകണമെന്നിൽ ദുരഭിമാനികളായ ആ പണ്ഡിതന്മാർക്ക് ഭഗവത് ഭക്തന്മാരുടെ അഹീതുകമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണാബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കാം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശ്ശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോ വിഷ്ണുപദായ കൃഷ്ണപ്രസാദ് ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ഗൗരിവാണി പ്രചാരണ ശ്രീകൃഷ്ണ ചേതന പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസർ ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ.
ഇപ്പൊ 9-ാമത്തെ ശ്ലോകമാണ്, 4-ാമത്തെ അധ്യായം, അതീന്ദ്രിയ ജ്ഞാനം. അതിൽ 9-ാമത്തെ ശ്ലോകമാണ്. ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോതി തത്വതഃ യോ വേത്തി തത്വഃ त्यक्त्वा ദേഹം പുനർജന്മ നൈതി മാം ഏതി സോ അർജുന. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. त्यक्त्वा ദേഹം പുനർജന്മ. നമ്മുടെ പ്രശ്നം ആത്മാവിന്റെ ഈ കൈമാറ്റമാണ്. ഓരോ ദിവസം ഓരോ ശരീരമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ജനിക്കുന്നു, മരിക്കുന്നു, അതിനിടയിൽ കുറച്ച് സമയം അത് രോഗങ്ങളും വിഷമങ്ങളും വാർദ്ധക്യവുമായി മാറും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ അസുഖം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ കൈമാറ്റമാണ് നമ്മുടെ പ്രശ്നം. ഒരു ശരീരം മറ്റൊന്നിലേക്ക് ഇത് നടക്കുന്നു. കാരണം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടവെന്ന് നമുക്കറിയുന്നില്ല. ആധുനിക വിദ്യാഭ്യാസം ആത്മാവ് എന്താണ്, ഈ ശരീരം എന്താണ്, ഈ ശരീരം ആത്മാവിന്റെ പരിവർത്തനം എങ്ങനെ നടക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല, അല്ലെ? അല്ലെങ്കിൽ ഭൗതികരായിട്ടുള്ള ആൾക്കാർക്ക്, മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നർത്ഥം, അല്ലെ? വളരെ മണ്ടത്തരമാണല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രമാണെങ്കിലും ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ ലോകമെമ്പാടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല. ദേഹം പുനർജന്മ നൈതി, അല്ലെ? ഇനി ആത്മാവിന്റെ ട്രാൻസ്മൈഗ്രേഷനാണ് നടക്കുക, അല്ലെ? അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് അതിന്റെ യഥാർത്ഥ ആത്മീയ ശരീരത്തിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് മാറ്റാൻ കഴിയും, അല്ലെ? ഇതിന് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നം ഈ ഭൗതിക പിടിയിൽ നിന്ന് പുറത്തു കടന്ന് ആത്മീയ ലോകത്തിലേക്ക് മാറുക എന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ വരികയും പോവുകയും ചെയ്യും. അവ ശാശ്വതമല്ല, അല്ലെ? അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ആഗമ പായിന അനിത്യതാം സ്ഥിതിക്ഷസ്വ ഭാരത വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ പോലെ അവ വരും പോകും. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ ഒത്തിരി ആൾക്കാർ എഴുതിയിട്ടുണ്ട്, അല്ലെ? അവരെല്ലാവരും അവരുടെ ഭൗതികമായിട്ടുള്ള പാണ്ഡിത്യം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ ശരിക്കും മനസ്സിലാക്കി എഴുതിയ വളരെ 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 തുച്ഛം ആൾക്കാരാണ്. അതില് പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീല പ്രഭുപാദ്. അപ്പൊ നമ്മള് ആർക്കെങ്കിലും ഒരു ഭഗവത്ഗീത കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് യഥാരൂപം തന്നെ കൊടുക്കണം. നമ്മളൊരു കല്യാണത്തിന് പോവുകയോ ഒരു വീടിന്റെ പാലുകാച്ചിന് പോവുകയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് പോവുകയോ എന്തെങ്കിലും ഒരു ആഘോഷമായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടല്ലേ പോവുള്ളൂ, അല്ലെ? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭഗവത്ഗീതയാണ്. നമ്മൾ ഈ ഭഗവത്ഗീത പൊതിഞ്ഞ് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും, ഓ, ഒരു ഭഗവത്ഗീതയും കൊണ്ട് ഒരു ബുക്കും കൊണ്ട് വന്നിരിക്കണം, അല്ലെ? ഈ എന്തിനു കൊള്ളായത്? ഇവർക്ക് വേറെ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട് എന്ന് അവർ മനസ്സിൽ തോന്നും, അറിയത്തില്ല. പറയണ എന്താണ്? ഇതൊന്നും എന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, വന്നാൽ പോരെയായിരുന്നോ, വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് എന്നാലും ഒരു ബുക്കും ചുമന്നുകൊണ്ട് വന്നല്ലോ, അല്ലെ? പ്രസാദം അല്ല, പ്രസാദമായിരിക്കില്ല അവിടെ, അല്ലെ? എല്ലാം കഴിച്ചിട്ട് പോകും എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും. ഈ ബുക്ക് ആസ് ഇറ്റ് ഈസ് ഇതുപോലെ തന്നെ അവിടെ പുതിയ അതിന്റെ പ്ലാസ്റ്റിക് പോലും പൊട്ടിക്കാതെ അവിടെ തന്നെ വച്ചിരിക്കും. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം അവർക്ക് ആകപ്പാടെ ഒരു ആശ്വാസമാകുന്നത് ഈ ഭഗവത്ഗീത ബുക്കായിരിക്കും. അവരെന്നാണോ അതൊന്ന് പൊളിച്ച് നോക്കുന്നത്, നോക്കിക്കളയെന്നും പറഞ്ഞ് നോക്കുന്നത്, അന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അതുവരെ ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും, അല്ലെ? കാലങ്ങളെടുക്കും. അതുവരെ അവരുടെ ഈ പ്രയാസങ്ങൾ ഇങ്ങനെ പോകൊണ്ടിരിക്കും, അല്ലെ? മാറി 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 ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, കരയും, വിഷമിക്കും, ഇതൊക്കെ നടക്കും. പക്ഷെ ഈ ബുക്ക് തൊടാൻ നടക്കത്തോന്നും എന്നെങ്കിലും ഒരു അവസരത്തില്, അല്ലെ, എന്തോ ഒരു പുണ്യം ചെയ്തതിന്റെ, ഏതോ ഒരു ജന്മത്തിൽ എന്തോ ഒരു പുണ്യം ചെയ്തതിന്റെ ആ മെച്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫലം ആയിട്ട് അവര് എന്തായിരുന്നാലും ആ കൊച്ചു കൊണ്ടുവന്നല്ലേ, ഇതൊന്നും നമുക്ക് തുറന്നു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവര് നോക്കും. അന്ന് അവര് രക്ഷപ്പെടും. അന്ന് അവര്, അല്ലെ, അവർക്ക് ഇല്ലാത്ത ആശ്വാസം വരും, സമാധാനം വരും, മനസമാധാനം വരും, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുപോലെ തോന്നും. അവരിങ്ങനെ എന്താണ് ആകാശത്ത് ഇങ്ങനെ വളരെ ഫെദറായിട്ട് ഇങ്ങനെ പറക്കുന്നതായിട്ട് തോന്നും. എല്ലാ വിഷമങ്ങളും മാറും. അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻസ് ഉള്ള ഒരു ബുക്കാണ് ഭഗവത്ഗീത. ഏതെങ്കിലും ഒരു ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ അത് വായിച്ചാല് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതിനകത്തുണ്ടാവും. അവനത് തരും നമുക്ക്, അല്ലെ? അത്രയും പ്രധാനപ്പെട്ടതാണ്. അതിനാണ് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ എഴുതുന്നത്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഭക്തി കിട്ടത്തില്ല.
കാര്യം എന്താണ്? അവർക്ക് ഇതൊക്കെ വിറ്റഴിക്കണം എന്നുള്ള ഒരു ഒറ്റ താല്പര്യം കൊണ്ടാണ് അവരത് എഴുതുന്നത്, വ്യാഖ്യാനം എഴുതുന്നത്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്ലെ നമുക്ക് 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 വിൽക്കുന്നത്. പക്ഷേ പ്രഭുപാദർക്ക് അങ്ങനെ യാതൊരു താല്പര്യവുമില്ല. പ്രഭുപാദരുടെ താല്പര്യം എന്താണ്? ഇതൊരാൾ വായിച്ചു കഴിഞ്ഞാൽ ഭഗവത് ധാമത്തിൽ എത്തണം, അവർക്ക് എത്താനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം, അതായിരിക്കണം ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടാണ് പ്രഭുപാദ് ഇത് എഴുതിയത്, അല്ലെ? പ്രഭുപാദ് ഇതിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയത്. അപ്പൊ അതാണ് നമ്മൾ എല്ലാവർക്കും എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇനി ഈ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ മറ്റൊരു സാധനം വാങ്ങില്ല, അവർക്ക് വേണ്ടത്, അല്ലെ, അവരുടെ ജീവിതത്തിൽ വേണ്ടത് ഈ ഒരു ഒറ്റ കാര്യമാണ്, അത് വേറെ ആരും കൊടുക്കാനില്ല, ഞാനേ കൊടുക്കാനുള്ളൂ, അതുകൊണ്ട് ഞാനിത് കൊണ്ട് കൊടുക്കുമെന്ന് വിചാരിക്കും. ഒരു വിഷമവും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാത്ര സ്പർശേഷു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമപായിനോ നിത്യാസ്തുതീക്ഷിത ഭാരത. അതാണ് യഥാർത്ഥ അറിവ്. ഭൗതിക പ്രശ്നങ്ങളിൽ നാം അസ്വസ്ഥരാകരുത്, നമുക്ക് അവ ഒഴിവാക്കാൻ കഴിയില്ല. ഇത്രയും കാലം നമ്മൾ മഞ്ഞുകാലത്തായിരിക്കുന്നത് പോലെ ജലദോഷം, അല്ലെ, ജലദോഷം മൂലമുള്ള അണുബാധകൾ, അല്ലെങ്കിൽ ജലദോഷം മൂലമുള്ള വാത്സല്യം എന്നിവ എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ എന്താണ് ഈ ചൂടും തണുപ്പും വരുന്നത് പോലെ. സീസൺ വളരെ തണുപ്പുള്ളതിനാൽ നമുക്ക് കുളിക്കാൻ കഴിയില്ല എന്നല്ല ഇതിനാൽ. നമ്മളെല്ലാവരും കുളിക്കണം, അതാണ് ആര്യന്മാരുടെ നാഗരികത. ഇപ്പോഴും ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ കൊടും തണുപ്പ് കാണും. ഇപ്പോഴും ആളുകൾ അതിരാവിലെ തന്നെ കുളിക്കുന്നു, അവർ ശീലിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതൊക്കെ ഉപേക്ഷിക്കുക, അല്ലെ? ഇപ്പോൾ നമ്മൾ എന്താണ് 7 മണിക്ക് എഴുന്നേൽക്കും, കാരണം നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭയങ്കര ഉയർന്നവരാണ്. ഈ വിദ്യാഭ്യാസം കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനോടൊപ്പം കുറച്ച് അഹങ്കാരം കൂടെ കിട്ടും, ഫ്രീ ആയിട്ട്, അല്ലെ? എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതിനൊക്കെ ഉയർന്ന ആളാണെന്നുള്ള ഒരു ചിന്ത എങ്ങനെയോ നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ 7 മണിക്ക് എണീക്കുന്നത്. അല്ല, നമ്മൾ എളിയവനാണ്, എനിക്ക് യാതൊരു വിവരവുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് നമ്മൾ എണീക്കും, അല്ലെ? എണീറ്റിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഈ വിദ്യാഭ്യാസം കൂടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അതിന്റെ വിദ്യാഭ്യാസം മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടുമ്പോൾ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോൾ BSc-ക്കോ അല്ലെങ്കിൽ MSc-ക്കോ ഒക്കെ പഠിക്കുന്ന പിള്ളേരോടൊക്കെ, എഞ്ചിനീയറിങ്ങിനോ ഒക്കെ പഠിക്കുന്ന പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതാണ് പഠിക്കുന്നത്, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു അഹംഭാവം എങ്ങനെയോ അവരുടെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്, അല്ലെ? അത് നമ്മൾ എടുത്ത് കളഞ്ഞാല്, അല്ലെങ്കിൽ അതെന്നാണോ അവരെടുത്ത് കളയുന്നത്, അന്നേ അവർക്ക് ജപിക്കാനും രാവിലെ എണീറ്റ് കുളിക്കാനും ഭഗവത്ഗീത വായിക്കണമെന്ന് ക്ലാസ് കേൾക്കണമെന്നൊക്കെ തോന്നും, അല്ലെ? അപ്പൊ അവര് ഹരികൃഷ്ണൻ ജപിക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പോഴും, അല്ലെ, എന്താണ് ഇന്ത്യയിലെ ജനക്കൂട്ടത്തിൽ കൃഷ്ണാബോധം ഇപ്പോഴും നിലനിൽക്കും, ഇതുവരെ നഷ്ടപ്പെട്ടില്ല. അടുത്ത ജന്മം, അല്ലെ, കഴിഞ്ഞ ജന്മം എന്നിവയിൽ അവർ വിശ്വസിക്കുന്നു, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കൃഷ്ണനിൽ വിശ്വസിക്കുന്നു. ആ പദവിയിൽ അവർ തൃപ്തരാണ്. എന്നാൽ ആധുനിക നേതാക്കൾക്ക് ഇത് ഇഷ്ടമല്ല. ഭക്ഷണത്തിന്റെ കഷണം കഴുതയെ പോലെ പണിയെടുക്കാൻ അവരെ ലഹരി പിടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല പ്രശ്നം. യഥാർത്ഥ പ്രശ്നം ഇവിടെയുണ്ട്. എന്താണ്? നമ്മള് ജനന മരണ രോഗം നിർത്തണം. അതാണ് യഥാർത്ഥ പ്രശ്നം. അത് നമുക്ക് എല്ലാവരും, അല്ലെ? തെക്വാദേഹം പുനർജന്മ. ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ഈ മനുഷ്യ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? എത്രയോ കോടി ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് പല 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 ജന്മങ്ങൾ, അല്ലെ, പല ജന്മങ്ങളായിട്ട്, ഇഴജന്തുക്കളായിട്ട്, മരങ്ങളായിട്ട്, മറ്റുള്ള പല സസ്യങ്ങളായിട്ട്, അങ്ങനെയൊക്കെ കുറെ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ പ്രോസസ്സ് നിർത്തിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും ഈ ജന്മത്തില് അതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് വലിയ ഉപയോഗമുണ്ടോ, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് മനുഷ്യന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു നായയോട് അല്ലെങ്കിൽ ഒരു പൂച്ചയോട് ഹരേ കൃഷ്ണ പറഞ്ഞാൽ അതിന് പറയാൻ പറ്റുമോ? അത് മ്യാവ് മ്യാവ് അല്ലെങ്കിൽ ബൗ ബൗ എന്നേ പറയത്തുള്ളൂ. അതിന് ഹരേ കൃഷ്ണ എന്ന് പറയാൻ പറ്റത്തില്ല. വലത് വയ്ക്കാൻ പറ്റും, അമ്പലത്തിൽ വലതൊക്കെ വയ്ക്കാൻ പറ്റും, പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും പറ്റും. പക്ഷെ അതിന് ഹരേകൃഷ്ണ മഹാമന്ത്രം പറയും പറ്റത്തില്ല, അല്ലെ? അപ്പോ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞാലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതിനാണ് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അപ്പൊ ഈ അമ്പലം വലത് വയ്ക്കുന്ന നായാണെങ്കിലും പൂച്ചയാണെങ്കിലും അവർക്ക് ചിലപ്പോൾ അടുത്ത ജന്മത്തില് അവർക്കൊരു മനുഷ്യജന്മം കിട്ടിയേക്കാം, അല്ലെ? ആ മനുഷ്യജന്മത്തിലൂടെ അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, അതൊരു പ്രത്യേക മേഴ്സിയാണ്.
ആ മനുഷ്യജന്മത്തിലൂടെ മാത്രമേ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയ നമ്മളൊക്കെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനുള്ള വഴി വേണം നമ്മൾ പെട്ടെന്നാലും. സമയം നമ്മൾ ഒരിക്കലും നോക്കി നിൽക്കില്ല, അല്ലെ? ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയാം. അപ്പൊ ഉള്ള ദിവസം ഉള്ള സമയം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാവും. ഇനി കഷ്ടകാലത്തിന് അപ്പോഴൊക്കെ നമ്മൾ എവിടെ തുടങ്ങിയാലും, എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭഗവത്ഗീത ശ്ലോകവും ഭാഗവത ശ്ലോകവും പറയുന്ന കേട്ടില്ലേ? അല്ല, പച്ചവെള്ളം പോലെ കൂടെ പറയുന്ന കേട്ടില്ലേ? നമ്മൾ തപ്പിയാണ് വായിക്കുന്നത്. പക്ഷെ അവരൊക്കെ അല്ലെ ബുക്കൊന്നും തുറക്കാതെ അല്ലെ പെട്ടെന്ന് അങ്ങ് വായിക്കും. അവർ മനസ്സിലാക്കി. കാര്യം എന്താണ്? അവരിതൊക്കെ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഏതൊക്കെയോ ജന്മങ്ങളിൽ അവരിതൊക്കെ വായിച്ച് പഠിച്ച് ഹൃദയസ്ഥരാക്കിയവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഒരു ഭക്തന്റെ മക്കൾ അല്ലെങ്കിൽ വീട്ടില് അല്ലെങ്കിൽ മക്കളായിട്ട് ജനിക്കാൻ അവർക്ക് സാധിച്ചത്, അല്ലെ? അപ്പോൾ ഇതിന് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആത്മാവിൽ ചെയ്തു കഴിഞ്ഞാൽ, നമ്മളെ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? ഹരേ കൃഷ്ണ ജപം, അല്ലെ? ആ ജപം ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പൊ 1 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ നമ്മൾ ബാങ്കിൽ കിടക്കുകയാണെന്ന് വെച്ചു, നമുക്ക് മരിക്കുമ്പോൾ അതും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ നമുക്ക് വിചാരിക്കാം, അല്ലെ? ചിലപ്പോൾ നമുക്ക് തോന്നും, അതിൽ നിന്നൊരു 10 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ യമകിങ്കരന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ട്, അല്ലെ, നല്ല ചെരുപ്പൊക്കെ വാങ്ങിച്ചിടാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. ഈ യമകിങ്കരന്മാർക്ക് ഈ കൈക്കൂലി ഒന്നും വാങ്ങത്തില്ല, അല്ലെ? അവർ വളരെ ദുഷ്ടന്മാരാണെങ്കിലും പക്ഷെ അവര് വളരെ ആത്മാർത്ഥമായിട്ട് സേവ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഇതും കൊണ്ട് നടന്നിട്ട് ഒരു കഥയുമില്ല, പോകാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ കൂടെയുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പോ ഒരു പക്ഷേ മുള്ളിൽ കൂടെ നടക്കാനാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാൻ നമ്മൾ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് കുറച്ച് പൂകള്, അല്ലെ, യമകിങ്കരന്മാർ നമുക്ക് തരും, അല്ലെ? ആ പൂവിൽ ചവിട്ടാം. അത്രയും വേദനയില്ലാതെ നമുക്ക് തിരിച്ചു മടങ്ങാൻ പറ്റും. നോക്കണേ, ഇപ്പൊ എന്തെല്ലാം നമുക്കറിയാൻ പറ്റില്ല. നമ്മള് അപ്പോഴേ അനുഭവിക്കുന്ന ആനന്ദത്തിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത്രയും ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് യാതൊരു നഷ്ടവും വരത്തില്ല. എപ്പോഴായിരുന്നാലും നമുക്കത് ക്രെഡിറ്റായി തന്നെ ഇരിക്കും, അതൊരിക്കലും തീരത്തില്ല. അപ്പോ തെക്വാദേഹം പുനർജന്മ, ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് മനുഷ്യജീവിതം. അതാണ് യഥാർത്ഥ പ്രശ്നം. ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാൻ ദർശനം, അല്ലെ? നമ്മൾ പല കാര്യങ്ങളിലും തെറ്റ് കണ്ടെത്തും. പക്ഷെ യഥാർത്ഥത്തിൽ ജനന മരണങ്ങളുടെ ആവർത്തന പ്രക്രിയയിൽ നമ്മൾ തെറ്റ് കണ്ടെത്തും, അല്ലെ? അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സ്വയം തെറ്റ് കണ്ടുപിടിക്കണം, മറ്റുള്ളവരുടെ കുറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് സ്വയമായിട്ടൊരു പ്രശ്നം എന്താണ്? ജന്മ മൃത്യു ജര വ്യാധി. ആ തെറ്റ് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ. അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ, അല്ലെ? അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് മനുഷ്യജീവിതം. പക്ഷെ യഥാർത്ഥത്തിൽ ജനനമരണങ്ങളുടെ ആവർത്തന പ്രക്രിയയിൽ നമ്മൾ തെറ്റ് കണ്ടെത്തും. ഇനിയൊരു ജീവിതമില്ല അല്ലെങ്കിൽ വേണ്ട എന്ന തരത്തിൽ ആളുകളെ ഇപ്പോൾ പഠിപ്പിക്കും. നമുക്ക് ഈ ജീവിതം ലഭിച്ചു, ഈ മനുഷ്യ ശരീരം ലഭിച്ചു. നമ്മൾ കഴിയുന്നത്ര ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നു. അതാണ് നാസ്തിക സിദ്ധാന്തം. ഈ നാസ്തിക അല്ലെങ്കിൽ നിരീശ്വരവാദം ഇന്ത്യയിലും ധാരാളം സന്യാസിമാരുണ്ടായിരുന്നു. അതിലൊന്നാണ് ചർവാകൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ നിരീശ്വരവാദിയാണ്. ഹെഡോണിസം ആണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. ഋണാം കൃത്വാം കൃതം പിതം യവജ്ജീവേത് സുഖം ജീവേത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഇതാണ്. കാരണം അതാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. വളരെ ജീവിതം വളരെ ചെറുതാണ്, ഷോർട്ടാണ്, വൈ ഡോണ്ട് യു എൻജോയ് എന്ന് ചോദിക്കാം. ഇതിന്റെ ഭാഗമാണ്. ഇയാളെ പിന്തുടരുന്ന ആൾക്കാരാണ് അവരെല്ലാവരും. 99% അതാണ്. അതിനാൽ അല്ലെ, അപ്പൊ ഇതാണ് കാരണം. ഇന്ത്യയിൽ ആഡംബരം എന്നത് നെയ്യിൽ പാകം ചെയ്യുന്ന എന്തെങ്കിലും കഴിക്കുക എന്നതാണ്. ലൂസി, പൂരി, ഹൽവ. അതിനാൽ പണമില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്യുമെന്ന് ചാർവാക മുനി പറയുന്നു. സാധ്യമായ നെയ്യ് നാം കൃത്വാ കൃതം പിബേത് യവജ്ജീവേത് സുഖം ജീവേത്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടം സുഖം എന്നാൽ ഇന്ദ്രിയ സംതൃപ്തി എന്നാണ് അർത്ഥമാക്കുന്നത്.
അല്ലെ? സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ മനസ്സിൽ എന്താണ്? ഒരു ഇന്ദ്രിയ സംതൃപ്തിയാണ്. എന്നാൽ വൈദിക നാഗരികത അനുസരിച്ച് സുഖം ആത്യന്തികം യദ്യത് അതീന്ദ്രിയം ഗ്രാഹ്യം എന്നാണ് യഥാർത്ഥ സന്തോഷം. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്, ഇന്ദ്രിയ സംതൃപ്തിയല്ല. എന്നാൽ നാം ഭൗതികമായി ലയിച്ചിരിക്കുന്നതിനാൽ ഇന്ദ്രിയാണി പരാണി ആകും. ഇന്ദ്രിയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താൻ, അതാണ് സുഖം. അതാണ് എന്താണ് ഇന്ദ്രിയ സംതൃപ്തിയിൽ എന്താണ് അല്പം വെറുപ്പുള്ളവർ. ഇന്ദ്രിയാണി പരാണി ആഹുർ ഇന്ദ്രിയേഭ്യ പരം മന. അവർ മാനസിക ഊഹ കച്ചവടക്കാരാണ്. അവർ എന്താണ് കവിതകളും ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളും എഴുതുന്നു. ഈ തത്വചിന്ത അല്ലെ, അങ്ങനെ അവർ മനസ്സിനെ തൃപ്തിപ്പെടുത്തും. എന്നാൽ അതും സന്തോഷമല്ല. അതൊക്കെ വളരെ തുച്ഛമായിട്ട് കിട്ടുന്ന അല്ലെ എന്താണ് താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളാണ്. സതോ മാ സർഗമയ. യഥാർത്ഥ ജീവിതം ഈ താൽക്കാലിക ലോകത്ത് നിൽക്കരുത്, യഥാർത്ഥ ലോകത്തിലേക്ക് പോകുക. നമ്മുടെ യഥാർത്ഥ ലോകം ഏതാണ്? ഗോലോക വൃന്ദാവനം അല്ലെ. പരസ്തസ്താതു ഭാവോ ന്യോ വ്യക്തോ വ്യക്താത് സനാതനം. ഭഗവത്ഗീതയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്താം. അതിനാൽ ശാരീരിക തലത്തിലോ മാനസിക തലത്തിലോ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല, അത് സാധ്യമല്ല. എന്നാൽ നമ്മൾ സന്തോഷവാനായിരിക്കണമെങ്കിൽ നമ്മൾ ആത്മീയ വേദിയിലേക്ക് വരണം അല്ലെ. ഈ ഭൗതിക ലോകത്തിലുള്ള സുഖം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതായത് ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് വഴിതെറ്റി. അദ്ദേഹം ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടക്കിണർ കാണും. ആ പൊട്ടക്കിണർ അദ്ദേഹത്തെ കാണാത്തത് ഒന്നാമത് ഇരുട്ട്, രണ്ടാമത് അതിന്റെ മുകളിൽ കൂടെ ഈ വള്ളിച്ചെടികൾ ഇങ്ങനെ പടന്നു കിടക്കുമായിരുന്നു. ഇതിന്റെ മുകളിൽ കൂടെ നടന്നങ്ങ് പോയി. പുള്ളി എവിടെ വീണു? ആ പൊട്ടക്കിണറ്റിൽ വീണു. കഥ മനസ്സിലാവുന്നുണ്ടോ? ഒരാള് പൊട്ടക്കിണറ്റിലേക്ക് വീണു. പൊട്ടക്കിണറ്റിലോട്ട് നിങ്ങൾ താഴോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങേർക്ക് ഒരു ചെടിയിൽ പിടുത്തം കിട്ടി. ഒരു ആലിങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഈ ആലിന്റെ വേരുണ്ടല്ലോ, അത് വളരെ താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ആൽ ചെടിയാണെങ്കിൽ പോലും അതിൽ പിടിച്ചിട്ട് അങ്ങേർക്ക് നിൽക്കാൻ പറ്റും. അവിടെ ബും എന്നും പറഞ്ഞ് അവിടെ പിടിച്ചു നിന്നു. അവിടെ അങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതാണ് ഭൗതിക ലോകം. എന്നിട്ട് അദ്ദേഹം താഴോട്ട് നോക്കിയപ്പോ അന്തം വിട്ടുപോയി. എന്താ അവിടെ പ്രശ്നം? അവിടെ കുറെ എന്താണ് പാമ്പുകൾ ഇങ്ങനെ ഇദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച് വായി തുറന്നിരിക്കുന്നുണ്ട്, കൊത്തി കൊല്ലാനായിട്ട്. കുറെ വിഷപ്പാമ്പുകൾ, ഭയങ്കര എന്താണ് വിഷമുള്ള പാമ്പുകളാണ് ആ കിണറ്റിനകത്ത് വസിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെയാ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ ആകെപ്പാടെ അന്തം വിട്ട് നോക്കുമ്പോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും മുകളിലോട്ട് കയറാമെന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോ അവിടെ ഒരാൾ അവിടെ റെഡിയായി നിൽക്കുകയാണ്. നീങ്ങി വാ മഹാപ്രസാദേ ഗോവിന്ദേ പറഞ്ഞ് നിൽക്കുവാണ് അവിടെ ഒരാള്. എന്താണെന്നറിയോ? അവിടെ ഒരു കടുവ, ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരു കടുവ. നീ വന്നാൽ ഉടനെ എനിക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ എന്താണ് പാമ്പുകളും വിഷപ്പാമ്പുകളും, മുകളിലോട്ട് നോക്കുമ്പോൾ കടുവയും നിൽക്കണം. അപ്പൊ നടുക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുക, ഇങ്ങനെ ആടുകയാണ്. ഇതെപ്പോ വേണമെങ്കിലും താഴോട്ട് ഇത് പറഞ്ഞു പോരാ അല്ലെ. പക്ഷെ ആ ആലായതുകൊണ്ട്, അരയാലായതുകൊണ്ട് കുറച്ച് ബലമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അത്. എന്താ ചെയ്യാ, ആകെ വിഷമമായി അല്ലേ. ഞാൻ എന്റെ കാര്യം തീർന്നു, ഞാൻ മരിച്ചു അല്ലെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒരു തുള്ളി ഈ മൂക്കിലോട്ട് വീണു. ഇങ്ങനെ നാക്ക് തട്ടി, നാക്കിങ്ങനെ മുമ്പോട്ടാക്കി അത് നക്കിയെടുത്തപ്പോ നല്ല തേൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം താഴോട്ട് വന്നപ്പോ അവിടെയുള്ള കുറെ ചെടികളുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ തേൻ. പിന്നെ ഈ മുകളിൽ കടുവ ഇങ്ങനെ ഇങ്ങനെ കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ കടുവയുടെ അനക്കം കൂടെ കണ്ടിട്ട് ഈ തേൻ തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് വീഴുകയാണ് അല്ലേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ നാക്ക് നീട്ടിയിട്ട് ആ തേനൊക്കെ ഇങ്ങനെ നക്കി കുടിക്കുക അല്ലേ. അപ്പോ ഇവിടെ തന്നെ ഇങ്ങനെ നക്കും, ഇങ്ങനെ നക്കും. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന തേനൊക്കെ ഇപ്പോഴും ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഭൗതിക ലോകം, ഇതാണ് ഭൗതിക ലോകത്തിലെ സുഖം. ഇദ്ദേഹം നക്കുന്നതെല്ലാം ഭൗതിക ലോകത്തിലെ സുഖങ്ങളാണ്, ഇന്ദ്രിയ സുഖങ്ങളാണ്. മനസ്സിലായില്ലേ? താഴോട്ട് നോക്കി അവിടെ എന്താ ഉള്ളത്? ഇപ്പൊ ശരിയാകും. മുകളിലോട്ട് നോക്കിയാൽ എന്താണ്? അവിടെയും ശരിയാകും. ഇതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. യഥാർത്ഥ ഭൗതിക ലോകം ഇതാണ്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് എന്താണ് സന്തോഷങ്ങളാണ് നമ്മൾ ഇവിടെ അടിപൊളിയാണെന്ന് പറയും. നമ്മളിപ്പോ ആരെങ്കിലും ഹൗ ആർ യു ചോദിച്ചാൽ ഐ ആം എക്സ്ട്രീംലി വെൽ, ഐ ആം എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയും അല്ലേ. എല്ലാവരും അങ്ങനെ പഠിച്ച് ശീലിച്ചു പോയി, ഇങ്ങനെ പറയത്തുള്ളൂ ആൾക്കാർ അല്ലേ. വയസ്സായ ആൾക്കാരല്ലാതെ എനിക്ക് കാലിൽ മുട്ടിന് വേദനിക്കുന്നു എന്നല്ലാതെ വയസ്സായവർ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ.
മറ്റുള്ളവരെല്ലാവരും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഐ എം എക്സ്ട്രീംലി ഹാപ്പി പറയും. അല്ലേ? ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് അതിലേക്ക് പുറത്ത് വേറെ ഹാപ്പി ഇല്ലെന്ന് പറയും. ചിലപ്പോൾ ആ നിമിഷത്തിൽ ഇവിടെ വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അല്ലേ? വഴക്കുണ്ടാക്കി ഇരിക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കള്ളം പറഞ്ഞ് ശീലിച്ചു പോയിരുന്നു. അല്ലേ? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തിൻ ലഭതി പരം. അതിനാൽ ആത്മീയ പ്രവർത്തനങ്ങൾ അർത്ഥമാക്കുന്നത് ഭക്തി സേവനമാണ്. ആത്മീയ പ്രവർത്തനങ്ങൾ അർത്ഥമാക്കുന്നത് പരമപുരുഷനുമായുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഭക്തിയോഗം അർത്ഥമാക്കുന്നത്. അല്ലേ? അതാണ് ആവർത്തിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താ? സർവോപാധി വിനിർമുക്തം. നമ്മളിപ്പോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇന്ത്യക്കാരനാണെന്ന് പറയും, അല്ലെങ്കിൽ ഇദ്ദേഹം അമേരിക്കക്കാരനാണെന്ന് പറയും, അല്ലെങ്കിൽ ഇദ്ദേഹം ബ്രാഹ്മണനാണെന്ന് പറയും, ഇദ്ദേഹം ക്ഷത്രിയൻ അല്ലെങ്കിൽ ശൂദ്രൻ എന്ന് പറയും. അല്ലെ? അല്ലെങ്കിൽ പിന്നെ പറയും, ഓ ഇത് ഹിസ് എ മുസ്ലിം, അല്ലെ, മുസ്ലിമാണ്, ഇത് ഹിന്ദു ആണ്, ക്രിസ്ത്യൻ ആണെന്നൊക്കെ പറയും. നമ്മുടെ ശരീരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ? നമ്മൾ എപ്പോഴും നമ്മൾ ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളൊക്കെ ഇല്ലേ ഓരോ മനുഷ്യരെയും ഓരോ രീതിയിൽ കാണാൻ തോന്നുന്നത്. അല്ലെ? അത് നമ്മൾ മറക്കണം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ ഭാഗമാണ്. അതാണ് യഥാർത്ഥ തിരിച്ചറിയൽ. ആത്മാവ് സജീവമാകുമ്പോൾ, അല്ലെ, മായാവാദികള് മറ്റു രീതിയിൽ ചിന്തിക്കും. അല്ലെ? ഞാൻ ഈ ശരീരമല്ല, എന്താണ് പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ ശരീരമല്ല, ഈ ദ്രവ്യങ്ങളല്ല, ഞാൻ ആത്മാവാണ്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. അല്ലെ? അപ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ നാരായണനാണല്ലോ, അല്ലേ, ഞാൻ ആത്മാവാണെങ്കിൽ ഞാൻ എന്നൊക്കെയാണ് ഓരോരുത്തർ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയൊക്കെ വഴിതിരിച്ചു പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനാണ് ആൾക്കാർ ഇങ്ങനെ റെഡി ആയിരിക്കുന്നത്. അവരുടെയൊക്കെ പുറകെ പോകാനാണ് നമുക്ക് താല്പര്യം. കാര്യം എന്താണ്? ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഞാൻ ദൈവമാണെങ്കിൽ അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇയാളുടെ പുറകെ പോകുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരുടെയൊക്കെ പുറകെ പോകുന്നത്. അവരൊക്കെ വെറുതെ ഭൗതികവാദികളാണ്. അവരെല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവരുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ കോടിക്കണക്കിന് പൈസ ഉണ്ട്, നമ്മളെ പോലെയുള്ള മണ്ടന്മാരെ കൊടുക്കുന്നവരെ. അല്ലെ? അപ്പൊ അതിന്റെ പുറകെ പോവാതെ അതാണ് പ്രഭുപാദർ എപ്പോഴും പറയുന്നത്, നെവർ ലീവ് ഇസ്കോൺ. നിങ്ങൾ ഇസ്കോൺ വിട്ട് വേറെ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അതോ ഗതിയാണ്, നിങ്ങൾ രക്ഷപ്പെടില്ല. പ്രഭുപാദനക്ക് അറിയാം നമ്മുടെ കാര്യങ്ങൾ, അല്ലെ, നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അല്ലെ? എന്ത് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്താണ്? നെവർ, പ്ലീസ്. ഇവിടെ പലരും നമ്മൾ വരുമ്പോ ഹരകൃഷ്ണ പറഞ്ഞൊന്നും വരില്ല. അല്ലെ? പലരെയും മോഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നൂല. ഇപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളെ അവർ എന്തുമാത്രം സഹിക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അല്ലെ? ഇത് നമ്മുടെ ഒരു സീനിയർ ഭക്തനോട് ഒരു ആചാര്യൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അമ്പലത്തിലോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല. കാര്യം ചില ആൾക്കാരുടെയൊക്കെ മുഖം കാണാൻ എനിക്ക് താല്പര്യമില്ല, അവരെയൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെയൊക്കെ പ്രവൃത്തികൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ആത്മീയ ഗുരുവാണ്, അദ്ദേഹം പറഞ്ഞു, നിന്നെ അവരെന്തുമാത്രം സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം? അപ്പോഴാണ് നോക്കി, അങ്ങനെയാണ്, ഞാൻ ഭയങ്കര സീനിയർ ഭക്തനല്ലേ, എന്നെ അതല്ല, നിന്നെ അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് സഹിക്കുന്നത്. അത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെ? നമ്മളെല്ലാവരും ഭയങ്കര ഒന്നൊന്നര പുള്ളികളും പറഞ്ഞ് നടക്കാൻ. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോ നമ്മൾ പരമാത്മാവിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. അല്ലെ? ഞാനും ബ്രഹ്മമാണ്. യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം അതാണ്. അല്ലെ? അതാണ് തുടക്കം. അതാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നകാംക്ഷതി നമസർവേഷു സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതി പരം. പരാഭക്തി, അതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. പരാ അപര, അപരഭക്തി എന്നാൽ ഭൗതിക വേദിയിൽ പൊതുവെ ദൈവാരാധന എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇതാണ് തുടക്കം. എന്നാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ വ്യക്തിത്വം നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമ്മൾ ദൈവത്തെ കല്ലും മരവും കൊണ്ടല്ല കാണുന്നത്, നമ്മൾ പരമപുരുഷനെ നേരിട്ട് കാണുന്നു. നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്ക് ഈ പ്രചോദനം ലഭിക്കും. ഇതാണ് തുടക്കം. അല്ലെ? അപ്പൊ എന്താണ് നമ്മള് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അർച്ചമേവ ഹരയേ പൂജം യ ശ്രദ്ധയേ ഹരേ ന തദ്ഭക്തേഷു ചാന്യേഷു പ്രകൃതാസ്കൃത. പൊതുവെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. ദൈവമായുള്ള ബന്ധം അവ മറന്നുപോകും. നമ്മള് അവരോട് സഹതപിക്കുന്നവരായിരിക്കണം. നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സഹതാപമാണ് വേണ്ടത്. അല്ലെ? അല്ല, എന്നെ നോക്കി ചിരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അയാളോട് ഒരു സഹതാപവും വേണ്ട എന്ന് വിചാരിക്കരുത്. അല്ലെ?
ഓരോരുത്തരും ഓരോ വിഷമമായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ല അവരുടെയൊക്കെ ഉള്ളിൽ എന്ത് യുദ്ധമാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് ചിരി വന്നില്ല എന്ന് വരും. നമ്മൾ ഹരേ കൃഷ്ണ പറയുമ്പോൾ അവർ ഹരേ കൃഷ്ണ പറഞ്ഞില്ല എന്ന് വരും. വി ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബൈ ദാറ്റ്. നമ്മൾ ഒരിക്കലും അതിൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഉം. ആ, ഒരു കഥയില് പറയുന്നത് എന്താണ്, ഒരു ഭക്തൻ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്ക് തിരിച്ച് അങ്ങയുടെ പാദത്തിലേക്ക് എത്താനുള്ള സമയമായോ എന്ന്. അപ്പൊ പറഞ്ഞു, ഇല്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇത്രയൊക്കെ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് ഇനിയും ബാക്കി കിടക്കുവാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നീ ഒരു കാര്യം ചെയ്യും, നീ രാവിലെ ഒരു ഒരു കുറച്ച് പാലും എടുത്ത്, ഒരു രണ്ട് മൂന്ന് കുടത്തിൽ കുറച്ച് പാലും എടുത്തിട്ട് ആ എന്ത് മരമാണ് ഈ കള്ള് ചെത്തുന്നത്, പനയുടെ മുട്ടിൽ പോയിരിക്കണം. അപ്പോ ഇയാള് നല്ല നല്ല ഭക്തനാണ്, ഭയങ്കര ഭക്തനാണ്. എന്താ? പനയുടെ മൂട്ടില. പനയിൽ നമ്മൾ കള്ള് ചെത്തുന്ന. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ മൂട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അതിന്റെ മൂട്ടിൽ പോയിരിക്കുമ്പോ രാവിലെ അപ്പൊ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ, ഇതാണ് പരിപാടി. അയാൾ പാലാണ് കുടിക്കുന്നത്. ആൾക്കാർ വിചാരിച്ചെന്താ കള്ള് കുടിക്കുവാണ്, കള്ളതിന്റെ മുകളിൽ നിന്ന് ചെത്തിക്കൊണ്ട് ഇറക്കിയിട്ട് താഴെ നിന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു, അല്ലെ? അപ്പൊ ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ തുടങ്ങി, അല്ലെ? അല്ലെങ്കിൽ ശകാരിക്കാൻ തുടങ്ങി. ഈ ശകാരമൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ബാക്കി അപരാധങ്ങളൊക്കെ അവരെടുത്തിട്ട് പോയി. അതിനാണ് ഇങ്ങനെ ഒരു വഴി പറഞ്ഞത്, നീ അവിടെ പോയി ഇരുന്നാ മതി. അപ്പൊ ഓരോരുത്തരായിട്ട് നിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ബാധ്യതകൾ മുഴുവൻ അവരെടുത്തുകൊണ്ട് പോയിക്കൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ ആ കർമ്മഫലം മുഴുവൻ അവരെടുത്തോളും. കുറച്ചുകൂടെ ഉണ്ട്, അത് കഴിഞ്ഞ പിന്നെ നിനക്ക് തിരിച്ചു പോയി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, എന്റെ അടുത്തേക്ക് വരാമെന്ന് പറയും. അപ്പൊ അതിനുവേണ്ടിയാണ് പുള്ളിക്കാരൻ അവിടെ പോയി ഇതും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പാലാണ് കുടിക്കുന്ന പുള്ളി. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ച രാവിലെ ഇങ്ങനെ ഭയങ്കര ഭക്തൻ എന്നൊക്കെയാണ് പറയുന്നത്, ഇയാൾ രാവിലെ എണിച്ച് ഇതിന്റെ സേവ തുടങ്ങിയെന്ന് വിചാരിച്ചു. അപ്പൊ കഷ്ടം, ഇയാൾ ഇങ്ങനെ അധപതിച്ചു പോയല്ലോ, അല്ലെ? എന്താണ് ഇയാൾ കാണിക്കുന്നത്, ഇയാൾക്ക് വട്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ പറയും, അല്ലെ? അവസാനം ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു, ഇനി ആരുമില്ല. തിരിച്ച് ഈ കുടം പാലുമായിട്ട് വീട്ടിൽ ചെന്നപ്പോ ഭാര്യ, നിങ്ങൾക്കിപ്പോ ഈ പരിപാടി തുടങ്ങി, നിങ്ങളിപ്പോ ഇങ്ങനെയാണല്ലേ, മനുഷ്യൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറഞ്ഞിട്ട് അവര് കുറെ ശകാരിച്ചു. അവർക്കും കിട്ടിയവർ അവസാനത്തെ കിട്ടിയത് അവർക്ക് എല്ലാ കർമ്മങ്ങളും തീർന്നു, ദോഷങ്ങളും തീർന്നു. പുള്ളി നേരെ ഭഗവാന്റെ ലോകത്തേക്ക് പോയി. അവസാനത്തെ നമ്മള് അട്ട അവർക്ക് പോയെന്ന് പ്രഭു. എന്താ? അട്ട എന്നാ പറയുന്നത്, അവസാനത്തെ അട്ട ഭാര്യയ്ക്ക് ലഭിച്ചു എന്നാണ് പ്രഭു അതെ പറയുന്നത്. കറക്റ്റ്. ഇട്ട തിന്നുവോ അവര്? ശരിയാ. ഓക്കെ. ആ കർമ്മഫലങ്ങളാണ് അട്ടയായിട്ട് വരുന്നത് മാതാജി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇപ്പൊ ആരെങ്കിലും നമ്മളെ ശകാരിക്കുകയോ എന്തെങ്കിലും വിഷമം നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വേദനിക്കാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ അവർ എടുത്തിട്ട് പോയി എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഇതുവഴി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, അല്ലെ? വണ്ടികൾ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കും. അവരിങ്ങനെ വന്നിട്ട് ഒന്ന് സ്പീഡിൽ പൊക്കൂടെ, മര്യാദയ്ക്ക് ഓടിച്ചൂടെ, എന്താ ഇങ്ങനെയൊക്കെ ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശകാരിക്കും, അല്ലെ? നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഉടനെ ഗ്ലാസ് താത്തിട്ട് അയാൾ ഉള്ള ചീത്തയൊക്കെ പറയും. അങ്ങനെ പറയാൻ പാടില്ല, അല്ലേ? ഗ്ലാസ് തുറക്കുകയോ തുറക്കാതിരുന്നാലും അയാൾ നോക്കിയത് ചിരിച്ചാൽ മതി. ചിരിക്കുമ്പോ നമ്മുടെ അട്ട മുഴുവൻ പുള്ളി കൊണ്ടുപോകും, അല്ലേ? വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു അട്ട വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ കൊടുത്തിട്ട് മിണ്ടാതിരുന്ന പോരെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നമ്മള് സ്വയം നമ്മളെ നിയന്ത്രിക്കണം. നമ്മൾ ഒരിക്കലും അങ്ങനെ തിരിച്ചു പറയാൻ പാടില്ല. ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തർ വിടുകയാണ് നമുക്ക് നമ്മുടെ അട്ടകളൊക്കെ കൊണ്ടുപോകാനായിട്ട്. കാരണം അവന് വിധിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ അടുത്തേക്ക് അദ്ദേഹത്തിന് വിടുന്നത്. അപ്പൊ നമ്മൾ അത് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? തിരിച്ച് അയാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം തിരിച്ചു മേടിച്ചു എന്ന്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിരിക്കുക, അല്ലെങ്കിൽ തൊഴുക, അല്ലേ? ഒരു ദിവസം എനിക്കിതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പോകുമ്പോ എന്തോ എന്റെ കയ്യിൽ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് ഓർക്കുന്നില്ല. ഒരാള് വന്നിട്ട്, ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് എന്നെ എന്തോ കുറ്റം പറഞ്ഞു. ഇങ്ങനെ മര്യാദയ്ക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് അപ്പുറത്തോട്ട് ഇഷ്ടം എന്തോ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഞാനിങ്ങനെ തൊഴുതിട്ട് ചിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി നേരെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ചാടി ഇറങ്ങിയിട്ട്, സോറി കേട്ടോ, സോറി ഹരേകൃഷ്ണൻ പറഞ്ഞില്ല, സോറി പൊയ്ക്കോളൂ സാർ, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താ വിട്ടു, ഇയാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മനമാറ്റം വരാൻ കാര്യമെന്നറിയോ? അങ്ങേര് കട്ടം കിട്ടാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ടാണ്. അങ്ങേര് നല്ല മനുഷ്യനായിരുന്നു. അവിടെ അയാള് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിർത്തി താഴെ ഇറങ്ങി തൊഴുതിട്ട് പറയാൻ, സോറി കേട്ടോ, പൊയ്ക്കോളൂ സാർ, പൊയ്ക്കോളൂ.
അതാണ്. അപ്പോ ഈ അവരെയൊക്കെ നമുക്ക് മനസ്സലിയിക്കാൻ പറ്റും, നമ്മുടെ ആ ഒരു ചിരി ചിരിച്ചു കഴിഞ്ഞാൽ, അല്ലെ? അവരിങ്ങനെ ദേഷ്യപ്പെട്ട് വരുമായിരിക്കും. വീട്ടിൽ നമുക്ക് ഇതുപോലെ ഇതൊക്കെ എടുക്കാം കേട്ടോ. ആരാണോ ദേഷ്യപ്പെട്ട് വരുന്നത് അവരോട് നമുക്ക് ഈ ചിരിച്ച് കാണിച്ചാൽ, അല്ലെ, അവരങ്ങ് ചുളി പോകും, അല്ലെ? ഓ, ദേഷ്യത്തിൽ വന്നിട്ട് ഇതിനോടൊന്നും പറഞ്ഞിട്ട് കഥയില്ല എന്നുള്ളതിന്റെ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താണ് ഈ അട്ടകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ അവരെല്ലാം അപ്പൊ ഇങ്ങനെ കൃഷ്ണാപൂര പ്രസ്ഥാനം അത് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും നല്ല ക്ഷേമ പ്രവർത്തനമാണ്. അവര് അത് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃഷ്ണനെ മറന്നിരിക്കുന്നവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവത്ഗീത എന്തെങ്കിലും വേണം അവർ വായിച്ചു നോക്കുക, അല്ലെ? അവര് ആ കൃഷ്ണാബോധം ഉണർത്തുകയാണെങ്കിൽ, അവരുടെ കൃഷ്ണാബോധം ഉണർത്തുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമാകും. നമുക്ക് മറ്റൊന്നും കൊടുത്ത് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? കുറച്ച് കൃഷ്ണാബോധം കൊടുക്കുക, കൃഷ്ണനെ കുറിച്ച് കൊടുക്കുക. യാരേതേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശം എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അവരുടെ വിഷമങ്ങളിൽ നിന്നെല്ലാം മാറാനായി, അല്ലെ? എത്രയോ ആൾക്കാർ നമ്മളെ അമ്പലത്തിൽ വരുന്നുണ്ട്, അല്ലെ? അവരെല്ലാവരും ഓരോ പ്രശ്നമായിട്ട് വന്നവരാണ്. പക്ഷെ ഇപ്പോ കുറെ കാലം ഇങ്ങനെ വന്ന് അവരിപ്പോ ജപിക്കാൻ തുടങ്ങി, അല്ലെ? ജപിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സന്തോഷം, മനസ്സമാധാനം കിട്ടി തുടങ്ങി, അല്ലെ? അവരുടെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന ആ തലക്കനൊന്നും ഇപ്പൊ ഇല്ല, അല്ലെ? തലേന്ന് പറഞ്ഞാല് അത്രയും വിഷമങ്ങൾ താണ്ടി അവർ താങ്ങിക്കൊണ്ട് നടക്കുവായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അതെന്താ കാര്യം? കൃഷ്ണ ബലരാമ അവരെ അനുഗ്രഹിച്ചതാണ്. അവരവിടെ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടും, അല്ലെ? ഒരു പ്രത്യേക വൈബാണ് അവിടെ വരും, അല്ലെ? അവിടെ ഇരുന്ന് മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എന്താണ് വൈബാണ് നമുക്ക് കിട്ടുക, അല്ലെ? ആ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. നമ്മുടെ മനസ്സിൽ ആ വിഷമങ്ങളൊക്കെ പതുക്കെ മാറുന്നതായിട്ട് തോന്നും. നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണാബോധം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടില്ലേ? അയാൾ ജീവനെ തന്നെ രക്ഷപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ധർമ്മം അതാണ്. കാര്യം ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വി ആർ ജസ്റ്റ് എ മീഡിയേറ്റർ ഇൻ ബിറ്റ്വീൻ, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു ഹേതുവാകുകയാണ്, ഒരു കാരണമാവുകയാണ്. ഞാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാളെ ഭക്തനാക്കാൻ, അത് ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന. ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ അയാളെ കൊണ്ടുവരുന്നത് ഇത് കൃഷ്ണാബോധം പറഞ്ഞു കൊടുക്കാനാണ്, അല്ലാതെ മറ്റൊന്നും കാര്യങ്ങൾ ചോദിക്കാനല്ല, പറഞ്ഞു കൊടുക്കാനല്ല നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു, അല്ലെ? അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ ചോദിക്കും, എടാ എന്റെ കുഞ്ഞിനെ നിന്റെ ഫ്രണ്ട് കൊണ്ട് വന്നിട്ട് നീ ഒരു വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാൻ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് യാരേക്കോ താരേക്കഹോ കൃഷ്ണ ഉപദേശ്, അവര് അത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലേലും നോ പ്രോബ്ലം. പക്ഷെ യു ഷുഡ്, നമ്മുടെ കടമ എന്ന് പറയുന്നത് അവർക്ക് അത് കൊടുക്കാന്നുള്ളത്, അല്ലെ? ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. ഒരുപാട് വൈകിപ്പോയി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും. ഹരേ കൃഷ്ണ.